ഇംഗ്ലീഷാണ്. അപ്പോൾ അത് നമുക്ക് എക്സാം എങ്ങനെ നേരിടാം? ഇപ്പൊ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ അത് ക്വസ്റ്റ്യൻ ഇതൊക്കെ അറിയാം എന്നുള്ള രീതിയിലാവണ്ടേ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നേരിടാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ പാസേജ് കോംപ്രഹെൻഷൻ വരാൻ സാധ്യതയുണ്ട് ഏതൊരു ക്ലാസ്സിലായാലും. ഇപ്പൊ ഞാൻ 6th സ്റ്റാൻഡേർഡ് കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഏതൊരു ക്ലാസ്സിലായാലും ഈ പാസേജ് കോംപ്രഹെൻഷൻ ഇംഗ്ലീഷിൽ ആക്ടിവിറ്റി 1 എന്ന ഇതിൽ തന്നെ കാണാം. പാസേജ് കോംപ്രഹെൻഷൻ കാണാം. പാസേജ് കോംപ്രഹെൻഷനിൽ നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് മൾട്ടിപ്പിൾ ചൂസ് ക്വസ്റ്റ്യൻ. ABCD എന്ന് പറഞ്ഞ ഓപ്ഷൻസ് വരും. എന്നിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കും ഈ പാസേജിൽ നിന്ന്. ആ ക്വസ്റ്റ്യനിലെ ആ ഓപ്ഷൻസ് നിന്ന് ഏത് ഓപ്ഷനാണ് കറക്റ്റ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തണം. പാസേജ് കോംപ്രഹെൻഷൻ അതിപ്പോൾ അഥവാ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പാസേജിൽ നിന്ന് കണ്ടെത്താനും വരാം. അപ്പോൾ അടുത്തത് തോട്ട്സ്, ഡയറി, അതിലേതെങ്കിലും ഒന്ന് വന്നിരിക്കും. പിന്നെ ഇമെയിൽ, ലെറ്റർ, ക്യാരക്ടർ, സ്കെച്ച്, എഡിറ്റിംഗ്. എഡിറ്റിംഗിൽ പ്രിപ്പോസിഷൻ വരാം, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാം, പാസ്റ്റ് ടെൻസ് വരാം, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആഫ്റ്റർ ഫുൾ സ്റ്റോപ്പ് വരാം, റീഅറേഞ്ചിങ് വേർഡ്സ്. ഇതൊക്കെ എഡിറ്റിംഗിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. അപ്പം ഈ റീഡിംഗ് കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ചൂസ് ക്വസ്റ്റ്യൻസും വരും, പാസേജിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും, അങ്ങനെയും വരും. അപ്പോൾ ഞാൻ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചു തരാം. അതിലുള്ള ഒരു പാരഗ്രാഫാണിത്. War is a terrible event that affects everyone, but it is especially hard on children. ഇപ്പോൾ ടെറിബിൾ കുട്ടികൾക്ക് അത് എന്താണ് ഫുഡും ഇതൊന്നും ഇല്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അവരെ പറ്റിയിട്ട് പറയാം. എസ്പെഷ്യലി ഹാർഡ് ഓൺ ചിൽഡ്രൻ. ചിൽഡ്രൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു മനസ്സിലൊരു തോന്നൂലേ. അപ്പോൾ ഇനി ഒരു യുദ്ധത്തിൽ മെനി ചിൽഡ്രൻ ലോസ് ദെയർ ഹോംസ്. കുറേ കുട്ടികൾക്ക് അവരെ വീട് നഷ്ടപ്പെട്ടു, സ്കൂൾക്ക് പോകാൻ പറ്റുന്നില്ല, ഫാമിലീസ്. അങ്ങനത്തെ ഒരു പാരഗ്രാഫാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. will leave their country and become refugees living in camps without proper food. ഇപ്പോൾ ഓരോരുത്തർ ക്യാമ്പ്സിലൊക്കെ ജീവിക്കുന്നവരുണ്ടാവും. അപ്പോൾ കുട്ടികളെ പറ്റി പറയുമ്പോൾ വിത്തൗട്ട് പ്രോപ്പർ ഫുഡ്, നമുക്കൊരു നല്ല ഒരു പ്രോപ്പർ ഫുഡ് കിട്ടാതെ വാട്ടറോ സേഫ്റ്റിയോ ഒന്നും ഇല്ലാതെ ജീവിക്കുന്നവരുണ്ടാവും. ഇൻസ്റ്റെഡ് ഓഫ് പ്ലേയിങ് ആൻഡ് ലേണിംഗ് ദേ ലിവ് ഇൻ ഫിയർ ആൻഡ് സ്റ്റാർനെസ്. അവർക്ക് പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് കളിക്കാൻ പറ്റുന്നില്ല, പഠിക്കാനും പറ്റുന്നില്ല. പിന്നെ അവരെപ്പോഴും പേടിച്ച്, എപ്പോഴാണ് യുദ്ധം ഉണ്ടാവുക എന്ന് അവർക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പോൾ ഒരു പേടിച്ചിട്ടും സങ്കടത്തോടെ ഓരോരുത്തരുടെ പാരൻസ് ഒക്കെ മരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഓരോ അതിൻ്റെ സങ്കടത്തിലും ഒക്കെ ഇരിക്കുന്ന കുട്ടികളുണ്ടാവും. ലവ് നോസസ് ഡിസ്ട്രക്ഷൻ ആൻഡ് ദ absence of loved ones make them anxious and afraid. Every child deserves a peaceful life filled with. അവർക്ക് ഒരു സ്നേഹം നിറഞ്ഞൊരു ലൈഫ് കിട്ടുന്നില്ലല്ലോ. നിങ്ങൾക്കൊക്കെ അങ്ങനെ കിട്ടില്ല. അപ്പോൾ ആ ഒരു കുട്ടികൾക്ക് അങ്ങനെ ഇല്ല എന്നും സേഫ്റ്റിയോ എഡ്യൂക്കേഷനോ വാട്ട് ഡിസ്ട്രോയ്സ് ദെയർ ഡ്രീംസ്. ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള സ്വപ്നം ഉണ്ടാവും ഒരിക്കൽ. അവർക്ക് ഒരു സേഫ്റ്റിയോ എഡ്യൂക്കേഷനോ ഒന്നും ഇല്ല എന്നാണ് ഈ റീഡിംഗ് കോംപ്രഹെൻഷനിൽ പറയുന്നത്. അതിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് why is war hard on children? Why is war hard on children? യുദ്ധത്തിൽ എന്ത് ഹാർഡാണ് ചിൽഡ്രൻക്ക് ഉണ്ടായത്? war is hard on children. war യുദ്ധം ചിൽഡ്രൻക്ക് ഹാർഡാണ് കാരണം they lost their homes. അവർക്ക് ഹോംസിൽ അവർക്ക് വീട് നഷ്ടപ്പെട്ടു, സ്കൂളും ഫാമിലീസും ലിവിങ് ഫിയർ. അവർ പേടിയോടെയാണ് ജീവിക്കുന്നത്, ഡേഞ്ചർ ആയിട്ടും സങ്കടത്തോടെയൊക്കെയാണ് അവർ ജീവിക്കുന്നത്. ആ പാസേജിലുണ്ട് ഈ ഒരു ആൻസർ. നമുക്ക് ആ ക്വസ്റ്റ്യൻ കണ്ടാൽ തന്നെ ആ പാസേജ് വായിച്ചവർക്ക് നല്ലപോലെ ആൻസർ കിട്ടും. അത്രക്കും സിമ്പിളായ ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ what do children miss out when they are caught in war? അവർക്ക് എന്തൊക്കെയാണ് മിസ് ഔട്ട് ആയത് ആ യുദ്ധത്തിൽ? അപ്പോൾ ആൻസർ എന്താ വെച്ചാൽ ചിൽഡ്രൻ മിസ് ഔട്ട് ഓൺ പ്ലേ. അവർക്ക് എന്താണ് കളിക്കാൻ പറ്റുമോ? അവർക്ക് കളിക്കാൻ പറ്റൂല. പഠിക്കാൻ പറ്റുന്നുണ്ടോ? ലേണിംഗ് പഠിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ലിവിങ് എ നോർമൽ ഹാപ്പി ചൈൽഡ്ഹുഡ്. അവർക്ക് ഹാപ്പി ചൈൽഡ്ഹുഡ് കിട്ടുന്നില്ല. ഒരു നോർമൽ പീപ്പിളായി ജീവിക്കാൻ പോലും അവർക്ക് പറ്റുന്നില്ല എന്നാണ് ഇതിൽ പറയുന്നത്. ഇതും പാസേജിൽ തന്നെ അതിൻ്റെ ആൻസറും വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രൻ ഡ്യൂറിങ് വാർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്. വൈ? എന്തുകൊണ്ടാണ്
പ്രൊട്ടക്റ്റിംഗ് ചിൽഡ്രനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആ യുദ്ധം ഇമ്പോർട്ടൻ്റ്, ആ ഒരു ഫ്യൂച്ചറിനെ പറ്റിയിട്ടും യുദ്ധം എന്താണ് ഇമ്പോർട്ടൻ്റ് ആയത്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ചിൽഡ്രൻ ആർ ദ ഫ്യൂച്ചർ. ആ കുട്ടികൾക്ക് അവരെ ഫ്യൂച്ചർ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഓരോ ഡ്രീംസ് ഉണ്ടാവും, അതേപോലെ ആ കുട്ടികൾക്ക് ഫ്യൂച്ചർ, ഓരോ ഭാവി, അവരെ ഫ്യൂച്ചർ ഉണ്ട് അവർക്ക്. ചിൽഡ്രൻ ആർ ദ ഫ്യൂച്ചർ. അവർ നമ്മളെ ഭാവിയാണ് ആ ചിൽഡ്രൻ. ആൻഡ് വെൻ വി പ്രൊട്ടക്ട് ദം, നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുകയാണെങ്കിൽ വി ആൾസോ പ്രൊട്ടക്ട് ദ ഫ്യൂച്ചർ ഓഫ് ദ വേൾഡ്. നമ്മൾ ആ ഭാവിനെയാണ് രക്ഷിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അതും ആ പാസേജിൽ തന്നെ ഉണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ്. മൾട്ടിപ്പിൾ ചൂസ് ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് എവറി ചൈൽഡ് ഡിസേർവ് അക്കോർഡിംഗ് ടു ദ പാസേജ്? അപ്പോൾ അവര് ഇതൊക്കെ ആ പാസേജിലുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡസ് എവറി ചൈൽഡ് ഡിസേർവ് അക്കോർഡിംഗ് ടു ദ പാസേജ്? അപ്പോൾ ആ പാസേജിൽ അവർക്ക് ഡിസേർവ് ആയത്, ചൈൽഡിന് ഡിസേർവ് ആയ ഇതെന്താണ് പറയുന്നത്? അപ്പോൾ അതിൽ തന്നെ ആ പാസേജിൽ തന്നെ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇംഗ്ലീഷ് ഒരു പേടിയും പേടിക്കണ്ടേ, നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ കിട്ടും, നമ്മൾ ജയിച്ചിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ സി ആണ്. പീസ്ഫുൾ ലൈഫ് വിത്ത് ലവ്, സേഫ്റ്റി ആൻഡ് എഡ്യൂക്കേഷൻ. ഇതൊന്നും അവർക്ക് കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ആ പാസേജിൽ പീസ്ഫുൾ ലൈഫ്, അവർക്ക് സ്നേഹം നിറഞ്ഞ ഒരു പീസ്ഫുൾ ലൈഫ് കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് അതൊക്കെ കിട്ടുന്നുണ്ട്, ഈ കുട്ടികൾക്ക് അത് കിട്ടുന്നില്ല. ഇത് സേഫ്റ്റി ആൻഡ് എഡ്യൂക്കേഷൻ. അവർക്ക് സേഫ്റ്റി ഉണ്ടോ? അവർക്ക് എഡ്യൂക്കേഷൻ ഉണ്ടോ? ഇതൊന്നും അവർക്കില്ല. അതാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ചൂസ് ക്വസ്റ്റ്യൻ ആണ്. ഇതും ഞാൻ പറഞ്ഞില്ലേ, മൾട്ടിപ്പിൾ ചൂസ് ക്വസ്റ്റ്യൻസ് മിക്കവാറും പാസേജ് കോംപ്രഹെൻഷനിൽ വരും. അടുത്ത ക്വസ്റ്റ്യൻ, വൈ ഷുഡ് കൺട്രീസ് വർക്ക് ടുഗദർ ഡ്യൂറിംഗ് ടൈംസ് ഓഫ് വാർ അക്കോർഡിംഗ് ടു ദ പാസേജ്? അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. വൈ ഷുഡ് ദ കൺട്രീസ്, എന്തുകൊണ്ടാണ് കൺട്രീസ് വർക്ക് ടുഗദർ ഡ്യൂറിംഗ് ടൈംസ് ഓഫ് വാർ? അപ്പോൾ എന്തിനാണ്? ടു പ്രൊട്ടക്ട് ചിൽഡ്രൻ ആൻഡ് ഇൻഷുർ പീസ് ഫോർ ദ ഫ്യൂച്ചർ. അവരെ ഫ്യൂച്ചർ ഇതാക്കാനും അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട, ആ ചിൽഡ്രനെ പ്രൊട്ടക്ട് ചെയ്യണ്ടേ, അതുമാണ് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ വരുന്ന നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താവും? ഡിസ്ക്രിപ്ഷൻ മിക്കവാറും നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ, അതായത് നെയിംസ് ആൻഡ് നെയിംസ്, ആ ചാപ്റ്ററിൽ ഉണ്ട്. കുഞ്ഞിച്ചീരതൻ്റെ ചാപ്റ്ററിലുണ്ട്. ആക്ടിവിറ്റിയിൽ, ഡിയർ ഫ്രണ്ട്സ്, ഐ ആം ഫ്രം ഇറ്റലി, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ കൺട്രി, ഇറ്റ്സ് ക്യാപിറ്റൽ ഈസ് റോം. അപ്പോൾ ഈ കുട്ടി ഇറ്റലിനെ പറ്റി പറയുകയാണ്. അപ്പോൾ ടീച്ചർ ആ കുട്ടീനോട് പറഞ്ഞു, ഇറ്റലിനെ കുറിച്ചിട്ട് പറയും, നിന്റെ കൺട്രിനെ കുറിച്ചിട്ട് പറയും. അപ്പോൾ ഇങ്ങനെ വന്നേക്കാം, ആന്റോണറ്റ് പറയുന്നതും പിന്നെ കുഞ്ഞിച്ചീരത പറയുന്നതൊക്കെ വന്നേക്കാം. നമുക്ക് ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ കുഞ്ഞിച്ചീരത പറയുന്നത്. അപ്പോൾ ഇത് കുഞ്ഞിച്ചീരതൻ്റെ ക്ലാസ്സിലുള്ള ഒരു കുട്ടിയാണ് പറയുന്നത്. അവന് ഇറ്റലിയിലായിരുന്നു വന്നത്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഉണ്ടാവും. അപ്പോൾ അത് തയ്യാറാക്കാൻ നമുക്ക് കുറച്ച് ക്ലൂസ് തരും. കൺട്രി തരും, ക്യാപിറ്റൽ തരും, ഫ്ലാഗ് തരും, നാച്ചുറൽ ലാംഗ്വേജ് തരും, പോപ്പുലർ ഫുഡ് ഐറ്റംസ് തരും, ഫേമസ് പ്ലേസസ് തരും, ആനിമൽസ് തരും, സെലിബ്രേഷൻ തരും. ആ ഒരു കൺട്രി ഏതാണ്? ഫ്രാൻസ് ആണ്. അപ്പോൾ ആന്റോണറ്റിൻ്റെ കൺട്രി ഫ്രാൻസ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ എന്താണ്? ആന്റോണറ്റിൻ്റെ കൺട്രീൻ്റെ ഫ്രാൻസിൻ്റെ ക്യാപിറ്റൽ എന്താണ്? പാരീസ്. അപ്പോൾ ഓരോ ഫ്ലാഗിൻ്റെ കളറും ഒക്കെ കൊടുത്തിട്ട് ഈ ക്ലൂസ് തന്നിട്ട് നമ്മളോട് ചോദിക്കാം. അത് ഇപ്പം നമ്മളത് ഇപ്പം ഇന്ത്യ അല്ലേ, അപ്പോൾ ആന്റോണറ്റിന് ചോദിക്കാം, നമ്മളത് എഴുതാൻ പറയും. അപ്പം നിങ്ങൾ എഴുതൂലേ? അപ്പം അതിന് ക്ലൂ ഒന്നും വേണ്ടല്ലോ, നിങ്ങൾക്ക് അറിയില്ലേ ഫ്ലാഗിൻ്റെ കളറും. ക്യാപിറ്റൽ എന്താണ്? ഇന്ത്യൻ്റെ ക്യാപിറ്റൽ എന്താണ്? ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ്റെ ക്യാപിറ്റൽ ന്യൂഡൽഹിയാണ്. അപ്പോൾ പോപ്പുലർ ഫുഡ് ഐറ്റംസ് ഒക്കെ, ഇന്ത്യൻ്റെ പോപ്പുലർ ഫുഡ് ഐറ്റംസ് എന്താണോ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തത് ഇതന്നെയാണ്. ഇത് എങ്ങനെ നമുക്ക് എഴുതാം? ഡിയർ ഫ്രണ്ട്സ്. ഫസ്റ്റ് നമുക്ക് നമ്മളെ ഫ്രണ്ട്സ് അല്ലേ നമ്മളെ മുന്നിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയണം ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ മൈ നെയിംസ്, ഇപ്പോൾ നിങ്ങളെ പേര് എഴുതണം. നിങ്ങളുടെ എഴുതുകയാണെങ്കിൽ നിങ്ങളെ പേര് എഴുതണം. മൈ നെയിം ഈസ്, എൻ്റെ പേരെന്താ? അൽഹന. അപ്പോൾ മൈ നെയിം ഈസ് അൽഹന, ഐ എം ഫ്രം ഇന്ത്യ. നിങ്ങളെ കൺട്രീൻ്റെ നെയിം ഏതാ? അതായത് നിങ്ങളെ കൺട്രി ഏതാ? ഇന്ത്യ. ഇറ്റ് ഈസ് ഇപ്പോൾ നമ്മൾ ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി. കോണ്ടിനെന്റ് ഏതാ? ഇന്ത്യൻ്റെ കോണ്ടിനെന്റ് എന്താ? ഏഷ്യ. നമ്മളെ ഇന്ത്യൻ്റെ കോണ്ടിനെന്റ് ഏഷ്യ ആണ്. അപ്പോൾ
എഴുതാം. സാഫ്രോൺ ആൻഡ് വൈറ്റ് ആൻഡ് ഗ്രീൻ. മോസ്റ്റ് പീപ്പിൾ സ്പീക്ക്. നമ്മളെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? 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 അപ്പൊ ഏതാണ് ആ ഭാഷ എന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. അപ്പോൾ ഫ്രാൻസിൽ ഏതാണ് ഭാഷ? ഫ്രഞ്ച് ആണ്. അതേപോലെ ഇന്ത്യയിൽ ഏതാ ഭാഷ എന്നുള്ളത് എഴുതി കൊടുക്കുക. കൺട്രീസ്. കൺട്രി, നമ്മളെ കൺട്രി ഏതാ? ഇന്ത്യ. ഇന്ത്യ ഈസ് ഫേമസ് ഫോർ ഫുഡ് ഐറ്റംസ് ഏതാ? ഇന്ത്യയിൽ എനിക്ക് ഫേമസ് ആയ ഫുഡ് ഐറ്റംസ് ഏതൊക്കെ? അതും കമന്റ് ചെയ്യാം കേട്ടോ. They are really tasty. അത് നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണെന്ന്. We also have many famous places like ഇപ്പം ഇന്ത്യ കൺട്രിയിൽ നമുക്ക് കുറേ ഫേമസ് ആയ പ്ലേസസ് ഉണ്ട്. ലൈക്ക് 2-3 ലാൻഡ്മാർക്ക്. നമ്മൾ 2-3 എഴുതണം അവിടെ. ഫേമസ് ആയ പ്ലേസസ് നിങ്ങൾ പോയിട്ടുണ്ടോ? ആ പ്ലേസസ് ഒക്കെ നമ്മൾ കുറച്ച് ഫേമസ് ആയത് എഴുതാം. ഇന്ത്യ കൺട്രി. ഇന്ത്യ കൺട്രി പറഞ്ഞാൽ നമ്മളെ കൺട്രി ഏതാ? ഇന്ത്യ. അപ്പോൾ ഇന്ത്യ വി ക്യാൻ ഫൈൻഡ് അനിമൽസ് ലൈക്ക് നമുക്ക് ഇന്ത്യയിൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന ചീറ്റ അങ്ങനത്തെ അനിമൽസിനെ എഴുതാം. few animals if given. Name a few animals if given. അടുത്തത് people celebrate festival such as ഈദ് എഴുതാം, ഓണം എഴുതാം, പിന്നെ എന്തൊക്കെ വിഷു എഴുതാം. ഇതെല്ലാം ഫെസ്റ്റിവൽസിൽ പെടുന്നതല്ലേ? അപ്പൊ അതെല്ലാം നമുക്ക് എഴുതാം. On these days we enjoy fireworks. നമ്മൾ ട്രഡീഷണൽ ഫുഡോ ഫയർവർക്സോ പാരഡൈസോ ഇതൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് നമ്മൾ എന്താണ് ഓണത്തിന് യൂസ് ചെയ്ത്, ഈദ് മുബാറക്കിന് യൂസ് ചെയ്യുന്നത്, ഈദിന് യൂസ് ചെയ്യുന്നത്, ഓണത്തിന് യൂസ് ചെയ്യുന്നത്, വിഷുവിന് യൂസ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്ക് ട്രഡീഷണൽ ഫുഡ് ആണെങ്കിൽ ട്രഡീഷണൽ ഫുഡ് എന്ന് എഴുതാം. ഫയർവർക്സ് ആണെങ്കിൽ ഫയർവർക്സ് എന്ന് എഴുതാം. ലാസ്റ്റ് നമുക്ക് എഴുതാം ഐ ലവ് മൈ കൺട്രി. നിങ്ങൾക്ക് നിങ്ങളെ കൺട്രിനെ ഇഷ്ടമാണോ? നിങ്ങളുടെ രാജ്യത്തിന് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്തിനാ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആൻഡ് ഐ ആം ഹാപ്പി ടു ഷെയർ അബൌട്ട് ഇറ്റ് വിത്ത് യു. നിങ്ങളോട് പറയാൻ എനിക്ക് സന്തോഷമായി നിങ്ങളോട് പറഞ്ഞതിൽ എന്നുള്ളത് നിങ്ങൾക്ക് ലാസ്റ്റ് ഇടാം. ഐ ലവ് മൈ കൺട്രി ആൻഡ് ഐ ആം ഹാപ്പി ടു ഷെയർ അബൌട്ട് ഇറ്റ് വിത്ത് യു. അതേപോലെ ഇപ്പം ഞാൻ ആൻഡ്രോനെറ്റിൻ്റെ എഴുതുകയാണെങ്കിൽ ഡിയർ ഫ്രണ്ട്സ് മൈ നെയിം ഈസ് ആൻഡ്രോനെറ്റ്. അപ്പോൾ കുറച്ച് നിമിഷത്തേക്ക് നിങ്ങൾ ആൻഡ്രോനെറ്റ് ആവാം. ഐ എം ഫ്രം ഫ്രാൻസ്. മൈ നെയിം ഈസ് ആൻഡ്രോനെറ്റ്. ഐ എം ഫ്രം ഫ്രാൻസ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ കൺട്രി ഇൻ യൂറോപ്പ്. യൂറോപ്പിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കൺട്രി ആണെന്ന് ആൻഡ്രോനെറ്റ് പറയുന്നത് ഫ്രാൻസ്. ദ ക്യാപിറ്റൽ ഓഫ് ഫ്രാൻസ് ഈസ് പാരീസ്. ഫ്രാൻസിന്റെ ക്യാപിറ്റൽ എന്താണ്? പാരീസ് ആണ്. പീപ്പിൾ ആൾസോ കോൾ ഇറ്റ് ദ സിറ്റി ഓഫ് ലൈറ്റ് എന്നും പറയും. അവർ ഫ്ലാഗ് ഹാസ് 3 കളേഴ്സ്. ഫ്രാൻസിന്റെ ഫ്ലാഗ് 3 കളേഴ്സ് ഉണ്ട് കേട്ടോ. നമ്മളെ ഇന്ത്യന്റെ ഫ്ലാഗിന്റെ പോലെ തന്നെയാണല്ലേ ഫ്രാൻസിന്റെ ഫ്ലാഗും. അതിൽ ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട് ആൻഡ് റെഡും ഉണ്ട്. മോസ്റ്റ് പീപ്പിൾ സ്പീക്ക് ഫ്രഞ്ച്. ഞാൻ പറഞ്ഞു കൂടുതൽ ആൾക്കാർ ഫ്രാൻസിൽ ഫ്രഞ്ച് ആണ് സംസാരിക്കുക. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഫ്രാൻസ് is well known for tasty food like croissants, baguettes and macarons. അവിടെ ടേസ്റ്റി ആണ് ഫുഡാണ് പറയുന്നത്. They are really yummy. അത് സൂപ്പർ. ഞാൻ നേരത്തെ പറഞ്ഞു they are really tasty. ഇന്ത്യൻ്റെ ടേസ്റ്റിയും ഇതിൽ അവർ പറയുന്നത് ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. യമ്മി, ടേസ്റ്റി അങ്ങനത്തെ വേർഡ്സ് ഒക്കെ. There are also many famous places like the Eiffel Tower, the Louvre Museum and the beaches of the French Riviera. അവിടുത്തെ ഫേമസ് ആയ പ്ലേസസ് പറയുന്നത് in France we can see animals like the French bulldog and the wild boar. We celebrate അവിടെ ഫ്രഞ്ച് ബുൾഡോഗും വൈൽഡ് ബോർ ഒക്കെ നമുക്ക് കാണാം ഫ്രാൻസിൽ ചെന്നാൽ എന്നും പറയുന്നത്. We celebrate many festivals. നമ്മൾ അവിടെ ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യൂലേ? ബാസ്റ്റിൽ ഡേയ്സ്, ക്രിസ്മസ്, ഈസ്റ്റർ അതൊക്കെ ഫ്രാൻസിൽ സെലിബ്രേറ്റ് ചെയ്യും. ഫ്രാൻസിൽ സെലിബ്രേറ്റ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ചെയ്ത ഐ ലവ് മൈ കൺട്രി ആൻഡ് ഹാപ്പി ടു ഷെയർ വിത്ത് യു. അത് നമുക്ക് ലാസ്റ്റ്. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നതാണ് ക്യാരക്ടർ സ്കെച്ച്. ഇതും നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ക്യാരക്ടർ സ്കെച്ച് ആർക്കൊക്കെ വരും? നമ്മൾ കുഞ്ഞിച്ചിരുന്നതിന്റെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത്. കുഞ്ഞിച്ചിരുന്ന് വരണമെന്നില്ല. കുഞ്ഞിച്ചിരുന്നതിന്റെ വരും, ചിലപ്പോൾ ആൻജനറ്റിന്റെ വരും, ചിലപ്പോൾ ചിബിൻ്റെതും മിസ്റ്റർ ഇസോബിൻ്റെതും വില്യത്തിൻ്റെ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവുക കേട്ടോ. അപ്പം നമുക്ക് പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടണ്ടേ? ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പോവാം. അപ്പോൾ അതിൽ നമ്മുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് ക്രോബോയ് അല്ല, നമ്മൾ ചിബിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ വരുന്നുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കാം.
ആക്ടിവിറ്റീസ് ഉണ്ടാവും, അതൊന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ബട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫുൾ അറ്റൻഡ് ചെയ്യണം. എന്നാലും ഒന്നിന് മാർക്ക് പോയാലോ മറ്റേല് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ എഴുതണ്ടേ രണ്ട് ആക്ടിവിറ്റീസും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള പെർഫെക്റ്റ് അറ്റൻഡൻസ്, ടൈനി ബോയ്, ഷൈ, ക്ലൂസ് ആട്ടോ, ഇമിറ്റേറ്റ് ക്രോസ്, പിന്നെ സ്ലോ പോക്ക് ടു ക്രോ ബൈ. പെർഫെക്റ്റ് അറ്റൻഡൻസ് ആണ്, ക്ലാസ്സിൽ എപ്പോഴും അറ്റൻഡൻസ് ആയിരിക്കും. നിങ്ങൾ അങ്ങനെയാണോ? ആണോ? അപ്പോൾ ടൈനി ബോയ് അവനൊരു കുഞ്ഞതായിട്ടുള്ള, അധികം ഹൈറ്റും അല്ല ടോളും ഒന്നുമല്ല, അപ്പൊ കുഞ്ഞ് ടൈനി ബോയ് ആണ്. ഷൈ, നമുക്കെല്ലാം മടിയാണ്, നാണം. നിങ്ങൾക്കുണ്ടോ നാണം? ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ ഇമിറ്റേറ്റ്സ് ക്രോ, അവർക്ക് ക്രോ ഇതാക്കാൻ കഴിയും, എന്താണ് ക്രോ ഇമിറ്റേറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ സ്ലോ പോക്ക് ടു ക്രോ ബൈ, അവന് പതുക്കെ നടക്കും, അങ്ങനെയുള്ള ഒരാളാണ്. അവർക്ക് ഫ്രണ്ട്സ് ഒന്നും അങ്ങനെ ഇല്ലല്ലോ, അപ്പോൾ അങ്ങനത്തെ ഒരാളാണ്. അപ്പൊ നമുക്ക് അതിൻ്റെ ഒരു നോക്കാം. അതിന്റെ വേറൊരാൾ ക്യാരക്ടർ സ്കെച്ച് ആയിട്ടും വരും. ക്ലൂസ് തന്നിട്ട്, ക്ലൂസ് തരാതെ വരും, ക്ലൂസ് തന്നിട്ട് വരും. നിങ്ങൾ എഴുതൂലേ? എഴുതും. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം അതെങ്ങനെയാണ് എഴുതുന്നത് എന്ന്. നെയിം എഴുതണം. ആരുടെ നമ്മൾ എഴുതും? കുഞ്ഞിച്ചിരുന്ന ക്രോബോയ് നമ്മൾ എഴുതണമെങ്കിൽ ചിബിനെ എഴുതും. പിന്നെ അവൻ്റെ അഡ്ജക്റ്റീവ് ക്വാളിറ്റി, സ്മോൾ ആണോ, ടോൾ ആണോ, കൈൻഡ് ആണോ, ഷൈ ആണോ, ബ്രേവ് ആണോ, ബുദ്ധിയുള്ളതാണോ, ബോയ് ആണ്, അത് എഴുതാം. ഇപ്പോൾ ചിബി ഈസിയെ സ്മോൾ ബോയ് അങ്ങനെ എഴുതാം. പിന്നെ ബോയ് ആണ് ഗേൾ, സ്മോൾ ബോയ്. ചിബി ബോയ് അല്ലേ. പിന്നെ കുഞ്ഞിച്ചിരുതയാണെങ്കിൽ ഇങ്ങനെ എഴുതാം, കുഞ്ഞിച്ചിരുത ഈസിയെ കൈൻഡ്, അല്ലെങ്കിൽ ബ്രേവ് ഗേൾ. കുഞ്ഞിച്ചിരുത ഗേൾ അല്ലേ, അപ്പൊ ബ്രേവ് ഗേൾ എഴുതാം. ഇൻ ദ സ്റ്റോറിന്റെ നെയിം എന്താ? ചിബിന്റെ സ്റ്റോറിന്റെ നെയിം എന്താണ്? ക്രോ ബോയ്. അപ്പോൾ ഇൻ ദ സ്റ്റോറി ഏതാണ്? ക്രോ ബോയ്. ഇൻ ദ സ്റ്റോറി ക്രോ ബോയ്. അപ്പോൾ ഹി ആണോ ഷീ ആണോ? ചിബി ഹി ആണോ ഷീ ആണോ? ഈ കുഞ്ഞിച്ചെറുതന്റെ ആണ് എഴുതണമെങ്കിൽ നെയിംസ് ആൻഡ് നെയിംസ് സ്റ്റോറിന്റെ അവിടെ കൊടുക്കുക. പിന്നെ ഷീസ്, കുഞ്ഞിച്ചെറുതന്റെ ആണെങ്കിൽ ഷീസ്, ക്യൂട്ട് ആണെങ്കിൽ, ആക്റ്റീവ് ആണെങ്കിൽ, ഫ്രണ്ട്ലി ആണെങ്കിൽ, സീരിയസ് ആണ്. ഏതാണ് കുഞ്ഞിച്ചെറുത? ആക്റ്റീവ് ആണല്ലേ. ഷീ ഈസ് ആക്റ്റീവ് അങ്ങനെ എഴുതാം. എന്നിട്ട് അടിയിൽ ഷീ ഈസ് ഗുഡ് ആൻഡ് ഗുഡ് അറ്റ്. അപ്പൊ അവള് എന്തിലാണ്? ചിബി ആണെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാനല്ലേ നല്ലത്. അപ്പോൾ കുഞ്ഞിച്ചിരുതയാണെങ്കിലോ ഡ്രോയിങ് ഹെൽപ്പിംഗ് അതേഴ്സ്. നമുക്ക് ഹെൽപ്പിംഗ് അതേഴ്സ് ചെയ്താൽ അല്ലേ? ഷീ ഈസ് ഗുഡ് അറ്റ് ഹെൽപ്പിംഗ് അതേഴ്സ്, അങ്ങനെ എഴുതാം. പിന്നെ ഷീ ആൾവേസ് ലിസൺ ടു ദ ടീച്ചർ, അല്ലെങ്കിൽ ഹെൽപ്പ് ഫ്രണ്ട്സ്, അങ്ങനെ എഴുതാം. അടുത്ത ലൈൻ അറ്റ് ഫസ്റ്റ് പീപ്പിൾ how others saw him എഴുതാം. her at first ignored, laughed, liked, did not understand, അങ്ങനെയൊക്കെ എഴുതാം. at first people കുഞ്ഞിച്ചിരുത അങ്ങനെയായിരുന്നു. ലാഫ് ചെയ്യുന്നോ? ലൈക്ക് ചെയ്യുന്നോ? ലൈക്ക് ചെയ്യുന്നു. at first people liked it but later everyone saw his, ചിബിന്റെ എഴുതണമെങ്കിൽ did not understand, അല്ലെങ്കിൽ how others saw him അങ്ങനെയൊക്കെ എഴുതാം. but later everyone saw his her good, അല്ലെങ്കിൽ കുഞ്ഞിച്ചിരുതനെ but later everyone saw her good quality എന്നൊക്കെ എഴുതാം. അപ്പോൾ ഒരു മിനിറ്റ്. നമ്മൾ ഫ്രെയിം ജസ്റ്റ് ഒന്ന് പോയതായിരുന്നു, റെഡി ആയിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് പറഞ്ഞെടുത്തിട്ടുള്ളത്? but later everyone saw his, അല്ലെങ്കിൽ her. കുഞ്ഞിച്ചിരുതാണ്ട് നമുക്ക് ഹെറാണ്. ഹിസ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഹെറാണ് കൊടുക്കേണ്ടത് കേട്ടോ. but later everyone saw her good quality. അപ്പോൾ ഗുഡ് ക്വാളിറ്റി ആണ് നമ്മൾ കൊടുക്കുന്നത്. ടാലന്റോ കൈൻഡ്നെസ്സോ കോറേജ് ആണ് കൊടുക്കുക. കൈൻഡ്നെസ് നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പൊ ചിബി ആണെങ്കിൽ നമുക്ക് ഗുഡ് ക്വാളിറ്റി, നമുക്ക് ടാലന്റോ കൊടുക്കാൻ പറ്റുക. അപ്പോൾ അതാണ് ലാസ്റ്റ് കൊടുക്കുക. അടുത്ത ലാസ്റ്റിൽ നമ്മൾ പറയണം നെയിം. ഇപ്പൊ കുഞ്ഞിച്ചിരുത, ചിബി ആണെങ്കിൽ ചിബി. ഈസ് എ ഗുഡ്, എന്താണ്? ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ, അല്ലെങ്കിൽ സ്പെഷ്യൽ. കുഞ്ഞിച്ചിരുത ഈസ് എ സ്പെഷ്യൽ ക്യാരക്ടർ എന്ന് കൊടുക്കാം. ഷീ ഷോസ് അസ് ദാറ്റ്, അങ്ങനെ അവളെ കാണിച്ചു തന്നു നമുക്ക് എന്നുള്ളതും കൊടുക്കാം. ചിബി ആണെങ്കിൽ അങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമുക്ക് ചിബി കറക്റ്റ് ആവും. ചിബി ഈസ് എ സ്പെഷ്യൽ ക്യാരക്ടർ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ ഒക്കെ എഴുതാം. നമുക്ക് എഴുതുവാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഹി ആണല്ലേ.
ചിബി ഷിയാണോ ഹിയാണ്. അപ്പൊ ഹി ഷോ us that നമുക്ക് ക്രോന്റെ ഇമിറ്റേറ്റ് ചെയ്ത് തന്നില്ലേ ചിബി. അപ്പൊ നമ്മള് അവൻ നമുക്ക് കാണിച്ചു തന്നില്ലേ. എല്ലാ കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കിയിട്ടും ഇതാക്കിയിട്ടും അവർക്കൊന്നും ഇഷ്ടമല്ലായിരുന്നല്ലോ. ചിബിന് ഇഷ്ടമായിരുന്നു. ആരും അവനെ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പം അവനെ കാണിച്ചു കൊടുത്തു. അവന്റെ ഉള്ളിലെ കഴിവ് അവൻ കാണിച്ചു കൊടുത്തു അല്ലേ. അങ്ങനെ നിങ്ങളും കാണിച്ചു കൊടുക്കണം. നിങ്ങളാരെങ്കിലും അവോയ്ഡ് ചെയ്യുന്നെങ്കിൽ നിങ്ങളും അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പൊ ചിബിന്റെ നമുക്ക് ഒന്ന് വായിക്കാം. ചിബി ടൈനി ബോയ്. കുഞ്ഞ് സ്മോൾ ആയിട്ടുള്ള ബോയ് അല്ലേ, ടോളാണോ? അല്ല, ടൈനി ബോയ്. ചിബി ടൈനി ബോയ് ഇൻ ദ സ്റ്റോറി ക്രോ ബോയ്. അപ്പൊ ക്രോ ബോയ് സ്റ്റോറിത്തെ ടൈനി ബോയ് അല്ലേ. അപ്പൊ ഹി വാസ് വെരി ഷൈ ആൻഡ് ക്യൂട്ട് ഇൻ ദ ക്ലാസ്. അവന് മടിയായിട്ടും ആണ് ഉണ്ടാതിരിക്കില്ല ഈ ക്ലാസ്സില്. നമുക്ക് നാണം വന്നിട്ട്, നമുക്കല്ല ചിബിക്ക് നാണം വന്നിട്ടിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം. കുറെ ടൈമിലും എല്ലാ ടൈമിലും he kept to himself and did not talk much with others. എല്ലാവരായിട്ടും അധികം മിങ്കിളാവാത്ത ആളാണ്. നമുക്ക് ക്ലാസ്സിലെല്ലാം ഫ്രണ്ട്സ് ഒക്കെ ഇല്ലേ, നമുക്ക് ക്ലാസ്സിലൊക്കെ നമ്മൾ കുറെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ചിബിക്ക് ആരും ഉണ്ടായിരുന്നില്ല ഇത്രേ ക്ലാസ്സിൽ. അപ്പോൾ ഒരു ബോറാവില്ലേ ചിബിന്റെ ഒരു ഇത്. പക്ഷെ അവർക്ക് ബോറല്ലായിരുന്നു എന്നാണ് ക്രോബോയ് ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള വിത്ത് others. He was slow in his work and was often caught. എല്ലാ കാര്യങ്ങളും സ്ലോ ആയിട്ട് ചെയ്യുക, പതുക്കെ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങനെയാണോ? എല്ലാ കാര്യങ്ങളും പതുക്കെ ചെയ്യുക. ബട്ട് ചിബി അങ്ങനെ ആയിരുന്നു എന്നാണ് പറയുന്നത്. ചിബി എല്ലാ കാര്യങ്ങളും പതുക്കെ ചെയ്യുള്ളൂ. നമ്മൾ ചാപ്റ്ററിൽ പറയുന്നത് ചിബി എല്ലാ കാര്യങ്ങളും പതുക്കെ ചെയ്യുള്ളൂ എന്ന്. അപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു, എല്ലാവരും വിളിച്ചിരുന്ന് എന്ത് ചെയ്യുന്നു, നമ്മൾ ചാപ്റ്ററിൽ പറയുന്നല്ലോ എന്ത് ചെയ്യുന്നു, സ്ലോ പോക്ക് എന്നായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ചിരുന്നു. അപ്പോൾ he always came to school regularly. His attendance was perfect. നിങ്ങൾ അറ്റൻഡൻസ് എല്ലാതും കറക്റ്റ് ആണോ? ബട്ട് സിബിൻ്റെത് എപ്പോഴും കറക്റ്റ് ആയിരുന്നു. അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുമായിരുന്നു. സിബി ഹാഡ് എ സ്പെഷ്യൽ ടാലന്റ്. അവനക്കൊരു സ്പെഷ്യൽ ടാലന്റ് ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? imitate crow. He could imitate the voices of crows so well that everyone in the class was അവനൊരു മിണ്ടാതിരിക്കുന്ന ഒരാളെന്നാൽ ക്യൂട്ട് ക്ലാസ് റൂമിലൊരു ക്യൂട്ട് ആയുള്ള കുട്ടിയായിരുന്നു അല്ലേ ചിബി. അപ്പോൾ എവരിവൺ സർപ്രൈസ്. അവൻ പെട്ടെന്ന് ആക്റ്റീവായിട്ട് ഇമിറ്റേറ്റ് ക്രോന്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്തു. അപ്പോൾ ക്ലാസ്സിൽ എല്ലാവരും സർപ്രൈസ് ആയില്ലേ. അപ്പോൾ അറ്റ് ഫാസ്റ്റ് ആദ്യത്തെ നോബഡി നോട്ടീസ്ഡ് ഹിം. ആരും അവനെ ശ്രദ്ധിച്ചിരുന്നില്ല. അപ്പോൾ ബട്ട് ഇൻ ദ എൻഡ് ലാസ്റ്റ് ആയപ്പോൾ ഹിസ് സ്കിൽ മെയ്ഡ് ഹിം എ ഹീറോ. അപ്പോൾ അവൻ്റെ സ്കില്ല് കണ്ടിട്ട് അവന് ഒരു ഹീറോ ആയില്ലേ. അവന് ക്ലാസ്സിലൊരു ഹീറോ ആയി. ചിബി showed that even a shy and cute boy can have something wonderful to share. അങ്ങനെ ആയിരുന്നില്ലേ അല്ലേ? ചിബി അങ്ങനെ ആയിരുന്നു അല്ലേ. അപ്പോൾ ചിബി was a tiny boy in the story Crow Boy. ക്രോബോയിൽ ടൈനി ബോയ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഇതായിരുന്നു അത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നത് എന്താണ്? അടുത്തതായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലൈവ് റിപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് പോവുക. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. അതും കുറച്ച് ഇമ്പോർട്ടൻ്റ്. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്ക് എഴുതണ്ടേ, നിങ്ങൾക്ക് പരീക്ഷയിൽ ഫുൾ മാർക്ക് നേടണ്ടേ. അപ്പോൾ ലൈവ് റിപ്പോർട്ട് ഒന്ന് നോക്കി വെച്ചിട്ട് പോവുക. അപ്പോൾ ലൈവ് റിപ്പോർട്ടിൽ പറയുന്നത് ഇറ്റ് ഈസ് 15 August 15 the headmaster hoisted the national flag. നിങ്ങളെ സ്കൂളിലൊക്കെ ഓഗസ്റ്റ് 15 നിങ്ങളെ ഹെഡ് മാസ്റ്റർ ഫ്ലാഗ് ഉയർത്തുമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ലൈവ് റിപ്പോർട്ടാണ് ഇവിടെ പറയുന്നത്. ഇറ്റ് ഈസ് 15 August the headmaster hoisted the national flag. The teachers distributed sweets to the children. എന്നിട്ട് കുട്ടികൾക്കൊക്കെ സ്വീറ്റ്സ് കൊടുത്തു. Independence Day programs are progressing in the school. സ്കൂളില് ഇൻഡിപെൻഡൻസ് ഡേന്റെ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ചിൽഡ്രൻ ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ഡിഫറെന്റ് പ്രോഗ്രാംസ്. ചിൽഡ്രൻസ് ഒക്കെ ഡിഫറെന്റ് പ്രോഗ്രാംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ്. അവർ എല്ലാവരും ജോയിൻ ചെയ്യുന്നുണ്ട് ആ പ്രോഗ്രാമിൽ. എല്ലാവരും ഓരോന്ന് ചെയ്യുന്നുണ്ട്.
children are actively participating in different programs എന്ന് പറയുന്നത്. Prepare a live report of the Independence Day celebration. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ ഇതാവും ലൈവ് റിപ്പോർട്ട് അല്ല, ഇത് അതിൻ്റെ ഒരു തുടക്കം പറഞ്ഞു തരികയാണ്. പ്രിപ്പയർ എ ലൈവ് റിപ്പോർട്ട് ഓഫ് ദ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസ്. അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിൻ്റെ ഒരു ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. നിങ്ങൾക്ക് അറിയോ ലൈവ് റിപ്പോർട്ട് തയ്യാറാക്കാൻ അറിയില്ലേ? നമ്മളിതിലുണ്ട്. എങ്ങനെയാണ് തയ്യാറാക്കുക? ഡേറ്റും ഡേയും കൊടുക്കണം. ഡേ പ്ലസ് ഒക്കേഷൻ. എന്താണ് പരിപാടി? ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ? അപ്പൊ പരിപാടി കൊടുക്കണം, ഡേറ്റും ഡേയും കൊടുത്തിരിക്കണം. അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. 5 മാർക്ക് കിട്ടണമെങ്കിൽ ഇത് എഴുതിയിരിക്കണം. ഡേറ്റും ഡേയും ഒക്കേഷൻ എഴുതാതെ ലൈവ് റിപ്പോർട്ട് എഴുതിയിട്ട് കാര്യമില്ല. അപ്പോൾ ടുഡേ ഇസ് ഡേറ്റ് ചെയ്ത ഒക്കേഷൻ, ഫസ്റ്റ് ഡേറ്റും ഡേയും ഒക്കേഷനും എഴുതാം. അത് കഴിഞ്ഞിട്ട് ടുഡേ ഈസ് ഡേറ്റും ഒക്കേഷനും, ടുഡേ ഈസ് ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേ. അങ്ങനെയല്ലേ അതിൽ കൊടുത്തിരുന്നത്. ദ ഇവന്റ് സെലിബ്രേഷൻ, ഇവന്റും സെലിബ്രേഷനും എഴുതാം. ഇപ്പം നമുക്ക് ഇപ്പോൾ ഓണാണെങ്കിൽ ഓണം എഴുതാം. ഓണം ഒരു തിരുവോണം എഴുതാം. ദ തിരുവോണം സെലിബ്രേഷൻ ഈസ് ഗോയിങ് ഓൺ അറ്റ് സ്കൂൾ. സ്കൂൾ നെയിം എഴുതാം. നിങ്ങളുടെ സ്കൂളിൻ്റെ നെയിം എന്താ? അത് അവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എൻ്റെ സ്കൂൾ നെയിം BVK ആർച്ചസ് ആണ്. അപ്പോൾ എനിക്ക് എഴുതാം ദ ഓണം സെലിബ്രേഷൻ ഈസ് ഗോയിങ് ഓൺ അറ്റ് BVK ആർച്ചസ്. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ നെയിമൊക്കെ എഴുതും. ലൈവ് റിപ്പോർട്ടിങ് ഞാനാണ് നടത്തുന്നത്. അപ്പോൾ എൻ്റെ സ്കൂളിൻ്റെ നെയിം ഞാൻ എഴുതും. നമ്മൾ കുറച്ച് നേരത്തേക്ക് ലൈവ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാവാം. എന്നിട്ട് നിങ്ങളെ സ്കൂളിൻ്റെ നെയിം എഴുതിയാലും പ്രശ്നമില്ല, വേറെ ഏതെങ്കിലും സ്കൂൾ നെയിം എഴുതിയാലും പ്രശ്നമില്ല. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും സ്കൂൾ ഉണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ പേര് തന്നെ നിങ്ങൾക്ക് എഴുതണം. അപ്പോൾ അടുത്തത് മെയിൻ ഇവന്റ് എന്താണോ? ദ ചീഫ് ഗസ്റ്റ് അല്ലെങ്കിൽ ചീഫ് ഗസ്റ്റ് ആരാണോ? ചീഫ് ഗസ്റ്റിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ചീഫ് ഗസ്റ്റ് നമുക്ക് എഴുതാം. അപ്പോൾ ഞാൻ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ സ്കൂൾ ലീഡറൊക്കെ ആവും. നമുക്ക് എഴുതാം ദ ഹെഡ് മാസ്റ്റർ ഹോയിസ്റ്റഡ് ദ നാഷണൽ ഫ്ലാഗ്. ഹെഡ് മാസ്റ്റർ ഫ്ലാഗ് ഉയർത്തി എന്ന് എഴുതാം. എവരിവൺ സ്റ്റുഡ് ഇൻ അറ്റൻഷൻ ആൻഡ് സാങ്. അവരിവണ്ണും എല്ലാവരും നമ്മൾ നാഷണൽ ഗാന്ധി എഴുതുക. അതായത് ജനഗണമന കേൾക്കുമ്പോൾ നമ്മൾ എങ്ങനെ നിൽക്കുക? അറ്റൻഷനായി നിൽക്കൂലേ? അപ്പം നമുക്ക് അത് എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതാം. എന്നിട്ട് ഇത് other activities എന്താണോ? ആഫ്റ്റർ ദാറ്റ്, അതിന് ശേഷം ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഓർഗനൈസേഴ്സ്. ഇപ്പം നമുക്ക് ടീച്ചേഴ്സ് ആഫ്റ്റർ ദാറ്റ് ടീച്ചേഴ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രൈസസോ അഥവാ സ്വീറ്റ്സോ അങ്ങനെന്തെങ്കിലുമൊക്കെ എഴുതാം. നമുക്ക് സ്വീറ്റ്സ് എഴുതാം അല്ലേ? ആഫ്റ്റർ ദാറ്റ് ടീച്ചേഴ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് സ്വീറ്റ്സ്, various programs like songs or dance or speech or അങ്ങനെ skits അല്ലെ എങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എഴുതാം. ഇങ്ങനെ ഓപ്ഷൻസ് ഒന്നും തരില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാണ് നിങ്ങൾക്ക്. are being presented. But various programs like songs, dance അങ്ങനെ എഴുതിയിട്ട് are being presented. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ വേരിയസ് പ്രോഗ്രാംസ് ലൈക്ക് ഇതൊക്കെ ഈ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയാം. സ്റ്റുഡൻസ് ആർ ആക്റ്റീവ്ലി ടേക്കിംഗ് പാർട്ട് ഇൻ ദ, അതിലെല്ലാവരും ഒന്ന് പാർട്ട് ആവുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്. അത് പറയാം. ക്ലോസിംഗ് ലാസ്റ്റ് പറയുമ്പോൾ ഇതൊന്നും എഴുതി കേട്ടോ. അതർ ആക്ടിവിറ്റീസ് ഓരോ പോയിന്റ് ഞാൻ പറഞ്ഞു തരികയാണ് എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ളത്. അപ്പോൾ ക്ലോസിംഗ് നമ്മൾ ലാസ്റ്റ് എന്താ എഴുതുക? The whole atmosphere is filled with joy and filled with the excitement. നിങ്ങൾ സ്കൂളിൽ ഒരു പരിപാടി നടക്കുമ്പോൾ ലൈവ് റിപ്പോർട്ടിങ്ങിന് ആൾക്കാർ വരികയാണ്. അപ്പോൾ ഓരങ്ങനെ പറയുന്നുണ്ട് അവിടെ എല്ലാവരും ജോയ് ആയിട്ട് എക്സൈറ്റ്മെന്റ് കൊണ്ട് ഇരിക്കുകയാണ്. അപ്പം നമുക്ക് ജോയ് ചെയ്തല്ലേ? The whole atmosphere is filled with joy. This is name ചെയ്താ. This is ഇപ്പം ഞാൻ എൻ്റെ പേര് ചെയ്താ. This is Alhana along with cameraman Kevin. നെയിം ചെയ്താ. റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം പ്ലേസ്. എവിടുന്നാണ് നമ്മൾ എടുത്തത്? കടുങ്ങാത്തുകൊണ്ട്. ഇപ്പം എൻ്റെ സ്കൂളിൻ്റെ പ്ലേസ് കടുങ്ങാത്തുകൊണ്ട് BVK ആർച്ചസ്. അപ്പം റിപ്പോർട്ടിംഗ് ലൈവ് ഫ്രം കടുങ്ങാത്തുകൊണ്ട് BVK ആർച്ചസ് എന്ന് എഴുതാം. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു റിപ്പോർട്ട് ഞാൻ കൊടുക്കാം. Good morning everyone. I am reporting live from AUP school. അപ്പോൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് അപ്പോൾ ഞാൻ AUP സ്കൂളിൻ്റെ പറയുന്നുള്ളൂ. Good morning everyone. I am reporting live from AUP school കോഴിക്കോട് on this great Independence Day. നമ്മൾ ലൈവ് എടുക്കുന്നത് AUP സ്കൂളിൻ്റെ അവിടെ നിന്നാണ്, കോഴിക്കോടുള്ള AUP സ്കൂളിൻ്റെ അവിടെ നിന്നാണ്. On this great Independence Day ആണ്. Today the 15th of August, our head
Headmaster national flag ഉയർത്തി. All the teachers and students stood in attention and sang national anthem with respect. ഞാൻ പറഞ്ഞ പോലെ ജനഗണമന അറ്റൻഷനായി നിൽക്കൂലേ ജനഗണമനക്ക്. അപ്പൊ അതാണ് പറയുന്നത്, റെസ്പെക്റ്റോടെ നമ്മൾ ജനഗണമനക്ക് അറ്റൻഷനായി നിൽക്കും. Soon after the teachers distributed sweets to the children. അപ്പോൾ അതിന് ശേഷം ടീച്ചേഴ്സ് ചിൽഡ്രന് സ്വീറ്റ്സ് ഒക്കെ കൊടുത്തു. Right now the Independence Day programs are going on. ഇവിടെ ഇൻഡിപെൻഡൻസ് ഡേന്റെ പ്രോഗ്രാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Students are actively taking part in dance, patriotic songs, speeches and skits. The whole school is filled with excitement and joy. ഇങ്ങനെ എഴുതാം. That's all. ലാസ്റ്റ് ചെയ്താൽ that's all for now from our school ground. ഇതൊക്കെ നടക്കുന്ന നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നാണ് എന്നുള്ള എഴുതാം. എന്നിട്ട് this is വാർണിത. അപ്പോൾ അവരുടെ പേര് വാർണിത. നമ്മൾ വാർണിത വെക്കും. This is വാർണിത with cameraman Afif. ക്യാമറമാൻ്റെ പേരെന്താ എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും ഒരു ക്യാമറമാൻ്റെ ആരെങ്കിലും ഒരാൾ പേര് എഴുതുക. റിപ്പോർട്ടിംഗ് ലൈവ് ഓൺ ഇൻഡിപെൻഡൻസ് ഡേ ജയ് ഹിന്ദ്. ലാസ്റ്റ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആവുമ്പോൾ നമ്മൾ ജയ് ഹിന്ദ് ലാസ്റ്റ് കൊടുക്കണ്ടേ? കൊടുക്കണം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ജയ് ഹിന്ദ് പറയാം. ഇപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അതേപോലെ തന്നെ ഇതും എഴുതാം, ഇങ്ങനെ എഴുതാം. ഇതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് ഇതും ജസ്റ്റ് ഒന്ന് വായിക്കാം. അതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതായത് ഇതും ഞാൻ വായിച്ചു തരാം. ഇതും അതേപോലെ തന്നെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് ആർ ടേക്കിംഗ് പ്ലേസ് ഓൺ ദ സ്റ്റേജ്. സ്റ്റുഡൻസ് ആർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റിംഗ്. ലാസ്റ്റ് നമുക്ക് ഫില്ലഡ് വിത്ത് ജോയ്, പ്രൈഡ് ആൻഡ് എക്സൈറ്റ്മെന്റ്. അവർ എല്ലാതും കൊണ്ടും ഒക്കെ എഴുതിയിട്ടുണ്ട്. ജോയും പ്രൈഡും എക്സൈറ്റ്മെന്റ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ദിസ് ഇസ് വാർണിത. അതിലും വാർണിത. ദിസ് ഇസ് വാർണിത along with cameraman Afif reporting live from the school ground on Independence Day. ലാസ്റ്റ് നമ്മൾ ജയ് ഹിന്ദ് കൊടുക്കണം. ഇൻഡിപെൻഡൻസ് ഡേ ഇതാണെങ്കിൽ നിങ്ങൾ ജയ് ഹിന്ദ് കൊടുക്കണം. ബട്ട് കൊടുത്തില്ല പ്രശ്നമൊന്നുമില്ല, കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ബട്ട് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആകുമ്പോൾ നമ്മൾ എനർജറ്റിക് ആയിട്ട് ജയ് ഹിന്ദ് കൊടുക്കണ്ടേ? അടുത്തത് കോൺവെർസേഷൻ ആണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതെങ്കിലും 6th സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കോൺവെർസേഷൻ ഇല്ലാതെ വരില്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും കോൺവെർസേഷൻ നിങ്ങൾ കണ്ടിരിക്കും. കോൺവെർസേഷൻ ഉണ്ടാവും. കോൺവെർസേഷനിൽ നിങ്ങൾക്ക് എഴുതാൻ അറിയില്ല. അപ്പോൾ കോൺവെർസേഷൻ വരിക കുഞ്ഞിച്ചേരുതയും അമ്മയും, കുഞ്ഞിച്ചേരുതൻ്റെ അമ്മയും കുഞ്ഞിച്ചേരുതയും ആയിട്ട് വരും. പിന്നെ കുഞ്ഞിച്ചേരുതയും ഓൾട്ടർനേറ്റ് ആയിട്ടും വരും. കുഞ്ഞിച്ചേരുത് ഓൾട്ടർനേറ്റ് ഉള്ളത് പഠിച്ചു വെക്കണേ. കുഞ്ഞിച്ചേരുത് അതായത് യു ആൻഡ് ഫ്രണ്ട് എന്നുള്ള നമ്മുടെ നെയിംസ് ആൻഡ് നെയിംസിൻ്റെ ആക്ടിവിറ്റിയിലുണ്ട് യു ആൻഡ് ഫ്രണ്ട്. അതിൽ വിഷയം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിഷയത്തെക്കുറിച്ച് എഴുതണം. ഇനി അഥവാ യു ആൻഡ് ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. നമ്മൾ ആക്ടിവിറ്റിയിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ വിഷയം തന്നിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു വിഷയത്തെ ബന്ധപ്പെട്ടിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. അപ്പോൾ കുഞ്ഞിച്ചേരുത് അമ്മയായിട്ടുള്ള കോൺവെർസേഷൻ വരാം. കുഞ്ഞിച്ചേരുത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കോൺവെർസേഷൻ വരാം. കുഞ്ഞിച്ചേരുത് പ്രകാശ് അങ്കിളായിട്ടുള്ള കോൺവെർസേഷൻ വരാം. ശ്രദ്ധിക്കണം, പ്രകാശും കുഞ്ഞിച്ചേരുത് കോൺവെർസേഷൻ വരാൻ സാധ്യതയുണ്ട്. ചിബിയും ഇസോബും, ചിബിന്റെ പാഠത്തിലുള്ള ക്രോബോയിന്റെ പാഠത്തിലുള്ള നെയിംസ് ആൻഡ് നെയിംസിന്റെ ആണ് കേട്ടോ പറഞ്ഞത്. ഇനി ക്രോബോയിന്റെ പാഠത്തിൽ വരാൻ പോണ് ചിബിയും ഇസോബും തമ്മിലുള്ള വരാൻ സാധ്യതയുണ്ട്. ചിബിയും ഇസോബും തമ്മിലുള്ള വരാൻ ചാൻസ് ഉണ്ട്. ചിബിയും ക്ലാസ്മേറ്റും വരാനുണ്ട്. ചിബിന്റെ ക്ലാസ്മേറ്റും ആയിട്ട് വിഷയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പറ്റി തന്നെ നിങ്ങൾ പറയണം കേട്ടോ. ചിബിയും ക്ലാസ്മേറ്റും ആയിട്ടുള്ള വരാൻ സാധ്യതയുണ്ട്. ചിബിയും ഇപ്പൊ കുഞ്ഞിച്ചേരുടെ അമ്മയായിട്ട് വരും എന്ന് പറഞ്ഞു. അപ്പൊ അതേപോലെ ചിബിന്റെ മദറുമായിട്ടുള്ള വരാൻ സാധ്യതയുണ്ട്. പിന്നെ വില്യത്തിന്റെ പാടത്തുനിന്ന് വില്യം ഫാദറും ആയിട്ടുള്ള കോൺവെർസേഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വില്യത്തിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? ജിയോഫ്രേയും ഗ്ലിബർട്ടും ആയിട്ടുള്ള കോൺവെർസേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ആദ്യത്തെ ഒരു മോഡലിലാണ് ഞാൻ പറയാൻ പോകുന്നത്. ആഫ്റ്റർ ദ ടാലന്റ് ഷോന്റെ ശേഷം മിസ്റ്റർ ഇസോബ് മീറ്റ് ചിബി ബിഹൈൻഡ് ദ സ്റ്റേജിന്റെ ബാക്കിൽ നിന്ന് ഇസോബ് ചിബിനെ കണ്ടു എന്നാണ്. ഇസോബ് ചിബിനെ മീറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. They talk about his performance and school life. അപ്പോൾ ഇസോബും ചിബിയും തമ്മിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? They talk about his performance. ചിബിന്റെ പെർഫോമൻസിനെ പറ്റിയിട്ടും സ്കൂൾ ലൈഫിനെ പറ്റിയിട്ടുമാണ് പറയുന്നത്. മിസ്റ്റർ ഇസോബ് encourages Chibi to keep using his special talents. മിസ്റ്റർ ഇസോബ് അല്ലേ അവൻ എൻകറേജ് ചെയ്തത് ചിബിനെ സ്പെഷ്യൽ ടാലന്റ് അതൊക്കെ അതിനെ പറ്റിയിട്ടൊക്കെ അപ്പോൾ പറയാം. ആൻഡ്
എങ്ങനെയായിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കൂലേ. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ റൈറ്റ് എ മിനിമം ഓഫ് 5 എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മൾ 5 പോയിന്റ്സ് എങ്കിലും മിനിമം എഴുതണ്ടോ. കോൺവെർസേഷൻ ആവുമ്പോൾ നമ്മൾ എഴുതണ്ടേ. നമ്മൾ ഇതൊക്കെ സെറ്റ് ആക്കി പോകില്ലേ, നമ്മൾ ഫുൾ മാർക്ക് മേടിച്ചിരിക്കും മണ്ടേത്തെ എക്സാമിൽ. അപ്പോൾ മിസ്റ്റർ ഇസോബ ആദ്യം തന്നെ ചോദിക്കുന്നത് അമേസിംഗ് പെർഫോമൻസ് സിബി. സിബി ഇതിന്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു സിബി. നിങ്ങൾ എന്തെങ്കിലും പെർഫോമൻസ് ഇപ്പോൾ ആർട്സിൻ്റെ അന്ന് എന്തെങ്കിലും പെർഫോമൻസിന് പോയാൽ മിസ് നിങ്ങളെ കണ്ടു, നിങ്ങൾക്ക് പാട്ട് പഠിപ്പിച്ച മിസ് നിങ്ങളെ കണ്ടു. അപ്പോൾ മിസ് പറഞ്ഞു, മിസ് പറയൂലേ അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് ഒക്കെ അടിച്ചിരുന്നെങ്കിൽ പിന്നെ മിസ് പറയാതിരിക്കും. മിസ് പറയും അടിപൊളിയായിരുന്നു പെർഫോമൻസ്, അടിപൊളിയായിരുന്നു പറയൂലേ. അതേപോലെ മിസ്റ്റർ ഇസോബ പറയാണ് that was an amazing performance സിബി എന്ന്. How did you learn to do all that? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് സിബി, നീ എങ്ങനെ മിസ്റ്റർ ഇസോബ പറയാണ് നീ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത് എന്നുള്ളത് ചോദിക്കുകയാണ്. ഇപ്പം സിബി എന്താണ് മറുപടി പറയാ, സിബി എന്താ പറയാ നമുക്ക് നോക്കാം അല്ലേ. സിബി എന്താ പറയാ, സിബി പറയും താങ്ക് യു സർ. ആദ്യം നിങ്ങൾ താങ്ക് യു പറയല്ലേ, ദാറ്റ് വാസ് ആൻ അമേസിംഗ് പെർഫോമൻസ്. നമ്മളത് നല്ല രസം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ആരോടായാലും നമ്മൾ താങ്ക് യു പറയൂലേ. അപ്പോൾ താങ്ക് യു സർ, ഐ ലേൺ ഇറ്റ് ബൈ വാച്ചിങ് ആൻഡ് ലിസണിങ് ടു ക്രോസ് നിയർ മൈ ഹോം. നമ്മളെ വീടിൻ്റെ സൈഡിലും എടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ക്രോ വന്നിട്ട് ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കില്ലേ, കരയും ഒക്കെ ചെയ്യൂലേ. അപ്പോൾ ചിബിൻ്റെ വീട്ടിൽ അങ്ങനെ വരുമ്പോൾ അവൻ കണ്ടിട്ടും കേട്ടിട്ടും ശ്രദ്ധിച്ച് കേട്ടിട്ടും ഒക്കെ ചിബി പഠിച്ചതാണെന്നാണ് ചിബി പറയുന്നത്. അപ്പോൾ മിസ്റ്റർ ഇസോബ പറയാൻ ദാറ്റ് ഈസ് വണ്ടർഫുൾ, അത് നല്ല വണ്ടർഫുൾ ആയിട്ടുണ്ടല്ലോ. യു ഇമിറ്റേറ്റ് സോ മെനി കൈൻഡ്സ് ഓഫ് ക്രോസ് പെർഫെക്റ്റ്ലി. അവന് കരയുന്ന ശബ്ദം, ഹാപ്പി ആവുന്ന സമയത്തുള്ള ശബ്ദം, എല്ലാം ക്രോസിൻ്റെ എല്ലാ ശബ്ദവും അവൻ ഇമിറ്റേറ്റ് ചെയ്തിരുന്നല്ലോ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പോൾ നീ എല്ലാ കൈൻഡ്സിലുള്ള ക്രോസിൻ്റെ ശബ്ദം ഇമിറ്റേറ്റ് ചെയ്തല്ലോ, പെർഫെക്റ്റ്ലി ഇമിറ്റേറ്റ് ചെയ്തല്ലോ എന്നാണ് പറയുന്നത്. ചിബി ഐ യൂസ് ടു സിറ്റ് അലോൺ ഇൻ ദ ഫീൽഡ്സ് ആൻഡ് ലിസൺ ടു ദെയർ. ചിബി പറയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പാടത്തിലൊക്കെ നമ്മൾ അടുത്ത് പാടുണ്ടെങ്കിൽ ചിബിൻ്റെ വീട്ടിൽ ചിലപ്പം എടുത്ത് പാടൊക്കെ ഉണ്ടാവും. അപ്പോൾ അവൻ ഒറ്റയ്ക്ക് പോയിട്ട് പാടത്തിൻ്റെ അവിടെ ഇരുന്നിട്ട് കേൾക്കുമായിരുന്നു ഡിഫറെൻറ്റ് വോയിസസ്, ക്രോസിൻ്റെ ഡിഫറെൻറ്റ് വോയിസസും. അവൻ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നമ്മൾ ഓരോ ശബ്ദങ്ങൾ കേൾക്കൂലേ, അത് നമ്മളൊന്നും ശ്രദ്ധിക്കൂലെങ്കിലും അവനത് ശ്രദ്ധിച്ച് കേൾക്കുമായിരുന്നാല. അതുകൊണ്ട് അവർക്ക് ഹീറോ ആവാൻ പറ്റിയില്ലേ. അപ്പോൾ അതാണ് പറയുന്നത് ഐ യൂസ് ടു സിറ്റ് അലോൺ ഇൻ ദ ഫീൽഡ്സ് ആൻഡ് ലിസൺ ടു ദെയർ ഡിഫറെൻറ്റ് വോയിസസ്. അടുത്തതായിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പോകുന്നത് എന്താണ്, ഡയറി. ഡയറി നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും. ചിലപ്പോൾ ഡയറി ആവും അല്ലെങ്കിൽ തോട്ട്സോ ഡയറിയോ നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. അപ്പോൾ ഡയറി തോട്ട്സ് എന്തിൻ്റെയൊക്കെ ആവും അറിയോ, കുഞ്ഞിച്ചിറുതന്നെ വരാൻ സാധ്യതയുണ്ട്. ചിബി ക്രോബോയിൻ്റെ പാടത്തുനിന്ന് ചിബിൻ്റെതും വരാൻ സാധ്യത. ചിബിൻ്റെ സ്കൂളിൽ നിന്ന് എല്ലാവരും കൂടി ഇതാക്കിയിരുന്നല്ലോ, അപ്പോൾ ചിബിൻ്റെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ വില്യത്തിൻ്റെ വരാൻ സാധ്യതയുണ്ട്, വില്യത്തിൻ്റെയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വില്യം വരാം, ചിബി വരാം, കുഞ്ഞിച്ചിറുത വരാം. പിന്നെ ഡയറി തോട്ട്സ്. ഒരു മിനിറ്റ്, അത് ഫ്രെയിം ഒന്ന് കട്ടായിരുന്നു, ശരിയായിട്ടുണ്ട്. അപ്പോൾ ഡയറി തോട്ട്സും വരാൻ സാധ്യതയുണ്ട്. ചിബി, കുഞ്ഞിച്ചിറുത, വില്യം ഇവരെ ഡയറിയും തോട്ട്സും, ഒന്നില്ലെങ്കിൽ ഡയറി ഒന്നില്ലെങ്കിൽ തോട്ട്സ്, ഇതിലേതെങ്കിലും ഒന്ന് കുഞ്ഞിച്ചിറുതൻ്റെ ചിബിൻ്റെ വില്യത്തിൻ്റെ വന്നിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇത് കണ്ടിരിക്കും. അത് ഇനിയിപ്പോൾ ഡയറി ആണെങ്കിൽ ഡിയർ ഡയറി നമ്മൾ എഴുതൂലേ, ഡേറ്റ് ചെയ്താൽ മാർക്കിന് ഈ സൈഡിൽ ഡേറ്റ് ചെയ്താതെ ഡയറിക്ക് നിങ്ങൾക്ക് മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. ഡേറ്റ് ചെയ്താതെ ഡയറിയിൽ 5 മാർക്സ് കിട്ടൂല. ഡിയർ ഡയറി ഡേറ്റ് ചെയ്തിട്ട് ഡിയർ ഡയറി എന്ന് ചെയ്താ ഡിയർ ഡയറി. എന്നിട്ട് നമ്മൾക്ക് എന്തായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഡയറി നമ്മൾ ഫസ്റ്റ് സ്പെഷ്യൽ ഡേ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താ ടുഡേ വാസ് എ സ്പെഷ്യൽ ഡേ ഇൻ മൈ ലൈഫ്, ഐ വാസ് സോ ഹാപ്പി ടുഡേ, അങ്ങനെ എഴുതി തുടങ്ങും. അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് എഴുതേണ്ടത്. ഡയറി എഴുതുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അത് മറക്കരുത്, നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് ഡയറി എഴുതുമ്പോൾ എഴുതേണ്ടത്. അപ്പോൾ ഡയറി എൻട്രി എങ്ങനെ എഴുതാന്നുള്ള കുറച്ച് പോയിന്റ്സ് കൊടുത്തിട്ട് അത് നോട്ട് ചെയ്ത് അത് മനസ്സിലാക്കി വെക്കുക. ഏതൊരാളുടെ ഡയറി നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. അപ്പോൾ ഡയറി എൻട്രി ഇറ്റ് ഷുഡ് ലുക്ക് ലൈക്ക് എ ഡയറി പേജ്. ഈ ഡയറി എൻട്രി ഒരു
എഴുതിയില്ല, മന്ത് എഴുതിയില്ല, ഇയർ എഴുതിയില്ല, ഇതൊന്നും എഴുതാതിരിക്കുമ്പോൾ നമുക്ക് ആ ഡയറി ആയി തോന്നും. അതൊരു ഡയറി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു പാരഗ്രാഫ് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഡേറ്റ് എഴുതണം, മന്ത് എഴുതണം, ഇയർ ഒക്കെ എഴുതണം. അത് എഴുതിയിട്ട് ഡയറി തുടങ്ങണം. പിന്നെ ഡിയർ ഡയറി, അതും നമ്മൾ എഴുതാം. യൂസ് ഐ ആൻഡ് മീ ഇൻസ്റ്റീഡ് ഓഫ് ദ ഹി ഓർ ഷീ. അതൊക്കെ ഐ മീ ഒക്കെ നമ്മൾ ചേർക്കണം ഡയറിയിൽ. എക്സ്പ്രസ് തോട്ട്സ് ആൻഡ് ഫീലിംഗ്. നമ്മൾ തോട്ട്സ്, അതായത് ഡയറി എന്ന് പറയാം നമ്മൾ തോട്ട്സ്. ഇപ്പോൾ തോട്ട്സ് ആണ് എഴുതാൻ പറ്റുന്നതെങ്കിൽ ഡയറി, ഡിയർ ഡയറി, പിന്നെ ഡേറ്റ്, മന്ത്, ഇയർ ഇതൊന്നും എഴുതരുത്. ഇതൊന്നും എഴുതാതെ നമ്മൾ തോട്ട്സ് നേരെ എഴുതലാണ് തോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്നൊരു ഫീലിംഗ് ഉണ്ടാവില്ലേ, അതാണ് തോട്ട്സ്. നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അതാണ് തോട്ട്സ്. ആ ഒരു സമയത്ത് പോന്തനത്ത് എന്തെങ്കിലും അങ്ങനത്തെ ഒരു വിഷയം കുഞ്ഞിച്ചിരുന്ന് എന്തോ സാഡായിട്ട് ചിബിൻ്റെ, നമുക്ക് ചിബി ക്രോബായിട്ട് ചിബിയാണ് തോട്ട്സ് ആണ് ഞാൻ പറയുന്നത്. ഡയറിയില്ല, ഡയറി വിട്ടേക്ക് തോട്ട്സ് ഞാൻ പറയുന്നത്. തോട്ട്സിൽ ചിബിൻ്റെ എഴുതാൻ പറയാണ്. ഇപ്പം നമ്മൾ എങ്ങനെ എഴുതാം? തോട്ട്സിൽ നമ്മൾ ചിബിൻ്റെ എഴുതാൻ വരുമ്പോൾ നമ്മൾ അവൻ്റെ ഫീലിങ്സ് ഫസ്റ്റ് എഴുതണം. ഇപ്പോൾ ചിബി ഓൻ്റെ സ്കൂളിൽ ഓനെ ആരും മനസ്സിലാക്കിയിരുന്നില്ല, അവൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു എന്നാണ്. അപ്പം ചിബിൻ്റെ ഇതിൽ അങ്ങനെയാണ്. അപ്പം നമ്മൾ ചിബിൻ്റെ തോട്ട് എഴുതുമ്പോൾ അപ്പോൾ ചിബിൻ്റെ ഫീലിംഗ് ആ ഒരു സമയത്ത് ചിബി എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും? ചിബി നിങ്ങളോടാണ് അങ്ങനെ എന്തെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും? നേരെ ചിബിൻ്റെ ഇതിലായിട്ട് നിങ്ങൾ കുറച്ച് നേരം ചിബിയാവുക, എന്നിട്ട് നിങ്ങൾ എഴുതാം. അത്രേ ഉള്ളൂ തോട്ട്സ്, അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. അത്രേ ഉള്ളൂ. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾക്ക് കഴിയും. യു ക്യാൻ ഡു ഇറ്റ്. അപ്പം ഡയറി എൻട്രി. അപ്പം നമുക്ക് ഡയറി വിഷയം ഇങ്ങോട്ടല്ലേ പോലെ ഡയറി എൻട്രിക്ക് പോവാം. അപ്പോൾ ഡയറി എൻട്രി യൂസ് സിമ്പിൾ ലാംഗ്വേജ്, നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജ്. അപ്പോൾ എക്സ്പ്രസ് തോട്ട്സ് ഫീലിങ്സ് ഓപ്പൺലി. നമ്മൾ ഹോണസ്റ്റ് ആയിട്ട് നമ്മൾ ഡയറി എഴുതുമ്പോൾ നമ്മളെ മനസ്സിലൊക്കെ നമ്മൾ പറയണ്ടേ. നമ്മളിപ്പോൾ നമ്മളൊരു ഡയറി നമുക്ക് ഭയങ്കര സാഡായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു. അപ്പോൾ നമ്മളൊരു ഡയറി നമ്മൾ എഴുതുമ്പോൾ നമ്മൾ സത്യത്തിലല്ലേ നമ്മൾ ഡയറി വേറെ ആർക്കും കാണിച്ചു കൊടുക്കില്ലല്ലോ. അപ്പോൾ നമ്മൾ ഡയറി നമ്മൾ ഒരു സങ്കടത്തിലൊക്കെ അയച്ചാവുമല്ലോ, സത്യം പറയുമല്ലോ. നമ്മൾ ഡയറിനോടായിരുന്നെങ്കിലും ആരോട് കള്ളം പറഞ്ഞാലും നമ്മൾ ഡയറിനോട് സത്യം പറയൂല്ലേ, അങ്ങനെയല്ലേ? അപ്പോൾ ചിരി ഭയങ്കര ഓപ്പൺ ആയിട്ട് ഫീലിംഗ് ആയിട്ട് നമ്മൾ ഫീലിങ്സ് അതിൽ എഴുതും. പിന്നെ യൂസ് സിമ്പിൾ ലാംഗ്വേജ്. നമ്മൾ സിമ്പിൾ ലാംഗ്വേജ് ഇംഗ്ലീഷ് സിമ്പിളായിട്ട് നമ്മൾ എഴുതും. അതേപോലെ ഇറ്റ് ഷുഡ് ബി ബ്രീഫ്, ഫോക്കസ് ഓൺ ദ മെയിൻ തോട്ട്സ് ആൻഡ് ഫീലിംഗ്. അത് നമ്മൾ ഭയങ്കര ഫോക്കസ് ആയിട്ട് തോട്ട്സും ഫീലിംഗ് ഒക്കെ. ഷോ ഇമോഷൻസ്. നമ്മളെ ഓരോ ഇതുണ്ടാവില്ല, ഇമോഷൻസ് പറഞ്ഞാൽ എന്താ? ദേഷ്യം, സങ്കടം, പിന്നെന്താണ് സന്തോഷം, അത്ഭുതം, ഇതൊക്കെയല്ലേ എന്താണ് ഇമോഷൻസ് പറഞ്ഞാൽ. അപ്പോൾ ഫീലിങ്സും ഇമോഷൻസും ഡയറി എൻട്രിയിൽ എഴുതണം. അപ്പം നമുക്ക് എന്താ ക്വസ്റ്റ്യൻ, ഇമാജിൻ യു ആർ വില്യ. നമ്മൾ വില്യ ആയിട്ടാവാം. നിങ്ങളൊക്കെ വില്യ കേട്ടോ. നിങ്ങൾ ഇനി വേറെ ആരും, നിങ്ങളെ അല്ല, നിങ്ങൾ ഇനി വില്യാണ്. കുറച്ച് നേരത്തേക്ക് നിങ്ങൾ വില്യാണ്. അപ്പോൾ അങ്ങനെ വിചാരിക്കാം. ടുഡേ യു ഹാവ് ജസ്റ്റ് മെയ്ഡ് യുവർ വിൻഡ് മിൽ. അപ്പോൾ നിങ്ങളെ വിൻഡ് മില്ല് പടത്തിൽ അങ്ങനെയല്ലേ, വിൻഡ് മില്ലല്ലേ, വലിയ വിൻഡ് മില്ലല്ലേ ഉണ്ടാക്കിയിട്ടില്ല. അപ്പം നിങ്ങൾ നിങ്ങളെ വിൻഡ് മില്ല് ഉണ്ടാക്കണം. വർക്ക് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡ് lit a bulb with it. Write a diary entry describing your feelings, the reactions of your friends and the villagers and your dreams for the future. അതൊക്കെ ചേർത്തിട്ട് നമ്മൾ വില്യത്തിൻ്റെ ഡയറി നമ്മൾ എഴുതണം. വില്യത്തിൻ്റെ നമുക്ക് സിമ്പിളല്ലേ, നമുക്ക് ഇതൊക്കെ എത്ര പെട്ടെന്ന് എഴുതാൻ പറ്റും, നമുക്ക് വേഗം എഴുതാൻ പറ്റില്ല. ഇതൊക്കെ സിമ്പിളല്ലേ ഇത്. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ് ഏതാ ഞാൻ പറഞ്ഞു, ഡയറി എൻട്രിയിൽ ഡേറ്റ് എഴുതാതെ നിങ്ങൾക്ക് 5 മാർക്സ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അപ്പോൾ ഡയറി എഴുതുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേറ്റ് എഴുതണം. പിന്നെ ഡിയർ ഡയറി അത് മെയിനല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിയർ ഡയറി ഫസ്റ്റ് ഡേറ്റ് മറക്കരുത് കേട്ടോ. ഡേറ്റ് എഴുതാം, ഡിയർ ഡയറി എന്ന് എഴുതാം. ഇത് എഴുതാൻ എന്താ അത്ര പണി, കുറച്ചല്ലേ ഉള്ളൂ. ഫസ്റ്റ് രണ്ട് എഴുതിയൊക്കെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞില്ലേ. നമ്മൾ ഡേ കുറച്ച് ചെയ്താൽ നെക്സ്റ്റ് ഡേറ്റ് ചെയ്താൽ ഡിയർ ഡയറി എഴുതാം. ടുഡേ വാസ് ദ ഹാപ്പിയസ്റ്റ് ഡേ. ടുഡേ വാസ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. എന്നിട്ട് നല്ല സന്തോഷമായി. വില്യത്തിനെ കുറിച്ച് നമ്മൾ പറയുന്നത് മറക്കരുത്. വില്യം പറയുന്നത് ഇതെൻ്റെ സന്തോഷമുള്ള ഡേ ആണ്, എൻ്റെ ലൈഫിൽ തന്നെ സന്തോഷമുള്ള ഡേ ആണ് ഇന്നത്തെ എന്ന് വില്യം പറയണം. എന്തുകൊണ്ടാണ് വായിച്ചൊക്കെ അല്ലേ? ആഫ്റ്റർ വീക്സ് ഓഫ് ഹാർഡ് വർക്ക്, അവൻ്റെ കുറേ ആഴ്ചകൾ കൊണ്ടുള്ള ഹാർഡ് വർക്ക് മൈ വിൻമിൽ ഫൈനലി വർക്ക്. അവൻ്റെ വിൻമിൽ ഫൈനലി വർക്ക് ആയിട്ടുണ്ട്. അവൻ്റെ വിൻമിൽ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ, പേപ്പർ ക്രാഫ്റ്റ് എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യുന്നു അത് നേരെ ആയുള്ള സന്തോഷം. 2-3 വട്ടം ഉണ്ടാക്കി എന്നിട്ട് നേരായി. എന്നിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, ഉണ്ടാക്കിയിട്ട് നേരായാലും ആ ഒരു സന്തോഷം.
അതിനെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ എഴുതിയാൽ മതി. നിങ്ങൾ ഡയറി ഭയങ്കര സിമ്പിൾ അല്ലേടാ, സിമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. ഫൈനലി വർക്ക്, നമ്മളെ വിൻമില് അവസാനം വർക്ക് ആയിട്ടുണ്ട് എന്ന് പറയാം. The blacks turned in the wind and I connected the wires onto a bulb. ആ വയർസ് ഒക്കെ ബൾബിൽ സെറ്റ് ആയിട്ടുണ്ട്, വിൻമില് സെറ്റ് ആയിട്ടുണ്ട് എന്ന് എഴുതാം. At first ആദ്യം it glowed finally, but soon it shone bright like the sun. Bright സണ്ണിന്റെ പോലെ ബ്രൈറ്റ് ആയിരുന്നില്ല. I couldn't believe my eyes. അവന്റെ കണ്ണിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക. അപ്പൊ നമ്മള് കുറെ വലിയ സംഭവമാണ്, നമുക്ക് അത്രക്കും അത്യാവശ്യമായൊരു സംഭവം നമ്മൾ ഉണ്ടാക്കി എത്ര ഉണ്ടാക്കി പറ്റുന്നില്ല. ലാസ്റ്റ് നമ്മൾ ഫൈനലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതേപോലെ അപ്പൊ അടുത്തത് മൈ ഫ്രണ്ട്സ്. അപ്പൊ അതിന്റെ അടുത്ത പാരഗ്രാഫ് ഉണ്ടായിരുന്നു, മൈ ഫ്രണ്ട്സ് Geoffrey and Clifford jumped with joy. ആണ് ഫ്രണ്ട്സാ, വില്യത്തിന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണോ? ഗ്ലിബർട്ടും ജോഫ്രി അല്ലേ. അപ്പൊ അവർക്കും വില്യത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ, അപ്പൊ അവർക്കും ഭയങ്കര സന്തോഷമായി എന്നാ പറയുന്നത്. അവർക്കും ഭയങ്കര സന്തോഷമായി, അവര് ജമ്പിയാണ്, ഒരു സന്തോഷമാണ്, ജമ്പ് ചെയ്ത് ജോയി ആയി എന്നാണ് പറയുന്നത്. The villagers gathered around and started cheering. Our villagers gathered, അവർക്കൊക്കെ ഭയങ്കര cheering, അവരൊക്കെ അടിച്ചു പൊളിക്കുകയല്ലേ ഇതായപ്പം. someone shouted, ചിലവരൊക്കെ അവനെ ചീത്ത പറഞ്ഞിട്ടും ഇതാക്കിയിട്ടൊക്കെ ആയിരുന്നല്ലോ. ചിലവർക്കൊന്നും അധികം സ്മാർട്ട് ആകുമ്പോൾ ഇഷ്ടമാവണമെന്നില്ല. അതേപോലെ അത് നടക്കൂല എന്നുള്ള രീതിയിൽ ചിലവർ പറഞ്ഞിരുന്നു. someone shouted, ചിലരൊക്കെ അവനെ ഷൗട്ട് ചെയ്തിരുന്നു അവനോട്. പിന്നെ അവരൊക്കെ എന്താ പറയാൻ തുടങ്ങി, well done. അവരെല്ലാരും പറഞ്ഞു well done. I felt so proud. അവനിൽ തന്നെ അവർക്ക് ഭയങ്കര പ്രൗഡ് തോന്നി. I know this is just the beginning. അത് തുടങ്ങുന്നേ ഉള്ളൂ, തുടക്കമാണെന്നുള്ളത് എനിക്ക് അറിയാം. One day I will build a bigger windmill. ഞാൻ ഒരു ദിവസം ഇതിനേക്കാൾ വലിയത് ഉണ്ടാക്കി എന്നാ പറയുന്നത്. To pump water for the fields, അവർക്ക് പാടത്തിന് വെള്ളം ഒഴിക്കാനും. So our village will never go hungry again. പിന്നെ അവർ വിശന്നിട്ടും അവർക്കൊന്നും കഴിക്കാനില്ല അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അത് പിന്നെയും സമ്മതിക്കൂല, അവര് വിശന്നിരിക്കാന്. പിന്നെയും ഞാൻ സമ്മതിക്കൂല, അതിനേക്കാൾ വെളുത്തെയാണ് ഉണ്ടാകും. പടത്തിലൊക്കെ വെള്ളം ഒഴിച്ചാല് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ ഇതാവുമല്ലോ. ദാറ്റ് വിൽ ബി ദ റിയൽ മാജിക്. അതാവും റിയൽ മാജിക്. ഇതൊന്നും മാജിക് അല്ല, അതാവും ഏറ്റവും വലിയ മാജിക് എന്നാണ് പറഞ്ഞ് ലാസ്റ്റ് വില്യം. ഇപ്പൊ കുഞ്ഞിച്ചിരുതന്റെ ഡയറി എഴുതാൻ പറയുകയാണെങ്കിൽ ലാസ്റ്റ് കുഞ്ഞിച്ചിരുതാന്ന് എഴുതാം, അതും എഴുതണം. ഫസ്റ്റ് ഡയറിയിൽ ഡേറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ പ്രതീക്ഷ ഞാൻ പിന്നെയും പറയാൻ ഡേറ്റ് ചെയ്താൽ മറക്കരുത്. ഡയറി ഡേറ്റ് ചെയ്താൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂല. അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഡയറിയിൽ ഡേറ്റ് ചെയ്താൽ മറക്കരുത്. അടുത്ത നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടുത്ത ആക്ടിവിറ്റി എന്താവും? എഡിറ്റിംഗ്. നമുക്ക് പലപ്പോഴും നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തെറ്റാറുണ്ട് അല്ലേ. നമുക്ക് പലപ്പോഴും തെറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണ് എഡിറ്റിംഗ്. ബട്ട് നമുക്ക് ഇപ്രാവശ്യം മാർക്ക് മേടിക്കണ്ടേ? എഡിറ്റിംഗിൽ നമുക്ക് 5 മാർക്സ് മേടിക്കണ്ടോ? അപ്പൊ എഡിറ്റിംഗിൽ ഇപ്രാവശ്യം ഫുൾ മാർക്കാണ്. ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് ആണ് എഡിറ്റിംഗിന്. അപ്പോൾ എഡിറ്റിംഗിൽ എന്തൊക്കെ ഉണ്ടാവും, എന്തൊക്കെ മിസ്റ്റേക്സ്? പ്രീപൊസിഷൻ എന്ന് വെച്ചാൽ എന്താണോ? ഇൻ, ഓൺ, വിത്ത്, ബൈ, ടു, ഇതൊക്കെ തെറ്റിച്ചിട്ട് തരും. ഇതൊക്കെ നമുക്ക് തെറ്റിച്ചിട്ട് എന്തുണ്ടെങ്കിൽ നമുക്ക് വല്ലത് മനസ്സിലാവുമോ? ഇല്ല. ഈ വീഡിയോ കണ്ടോക്ക് നിങ്ങൾക്ക് ഒക്കെ മനസ്സിലാക്കി തരാൻ ഞാൻ. പ്രീപൊസിഷൻ ഇൻ, ഓൺ, വിത്ത്, ബൈ, ടു, ഇതൊക്കെ തെറ്റിയിട്ട് നമുക്ക് തരും. ഇപ്പം ഐ റൈറ്റ് ഓൺ യുവർ പെൻ. ഞാൻ പെന്നിന്റെ മോൾ കൂടെ റൈറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. ഒരു പെണ്ണുകൊണ്ട് ഞാൻ മോൾ കൂടെ റൈറ്റ് ചെയ്തിരുന്നു. അത് ഒരിക്കലും ഇന്നാണ് ചേർക്കണമെങ്കിൽ ഉള്ളിലൂടെ റൈറ്റ് ചെയ്തത്, അതും പറ്റില്ല. അപ്പൊ വിത്ത് കൂടെ, അതല്ലേ നമുക്ക് ചേർന്നത്. വിത്ത് കൂടെ, ഐ റൈറ്റ് വിത്ത് എ പെൻ, കൂടെ എഴുതും. അതേപോലെ തന്നെ ബൈ ടു ഒക്കെ അങ്ങനെ തെറ്റിച്ചിട്ട് വരാൻ സാധ്യതയുണ്ട്. അതൊന്നും നോട്ട് ചെയ്ത് വെക്കുക. എഡിറ്റിംഗിൽ അങ്ങനെ പ്രീപൊസിഷൻ ഇല്ലാതെ ഒരു എഡിറ്റിംഗ് ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. അത് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റിക്കാൻ പാടില്ല. അത്രയ്ക്ക് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. ഇൻ, ഓൺ, വിത്ത്, ബൈ, ടു ഇതൊക്കെ തെറ്റിച്ചിട്ട് തന്നെ നിങ്ങൾ ശരിയാക്കി എഴുതൂലേ? എഴുതണം. അവ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പൊ അടുത്ത എഡിറ്റിംഗിന് വരെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അതൊന്ന് നോക്കണം. ഇനിയിപ്പോ നമ്മള് നല്ല ഇതുള്ള വേർഡ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ വില്യം എന്നുള്ള
വി ഐ വില്യം. അപ്പോൾ അതിൻ്റെ 2 എല്ലില്ലേ വില്യത്തിൽ 2 എല്ലുണ്ട് അല്ലേ. അപ്പോൾ ആ എല്ല് ഒരു എല്ലായിട്ട് തരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും വില്യം എന്നല്ല നമ്മൾ ചാപ്റ്ററത്തെ ക്യാരക്ടർ അല്ലടോ. അപ്പോൾ നമുക്ക് അറിയില്ല അതിന് 2 എല്ലുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു എല്ല് കൂട്ടി കൊടുക്കാം. എന്നിട്ട് പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചർ ടെൻസ് അങ്ങനെ വില്ല് ഇതേപോലെ തന്നെ വില്ല് അങ്ങനെ മാറ്റി തരും. അതും നമ്മൾ ശരിയാക്കി എഴുതൂലേ. എഴുതണം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആഫ്റ്റർ ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ഫുൾ സ്റ്റോപ്പിന് ശേഷം നമ്മളൊരു ഒരു വാക്ക് തുടങ്ങിയിട്ട് ഒരു സെൻറ്റൻസ് കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് പിന്നെ ഒരു വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടാണ്. കാരണം അത് ആഫ്റ്റർ. ഇപ്പോൾ ക്യാപിറ്റൽ സ്മോൾ ലെറ്ററിൽ എ എഴുതിയിട്ടുണ്ടാവും ആഫ്റ്റർ, എന്നിട്ട് AFTER. അപ്പോൾ സ്മോൾ ലെറ്ററിലാവും എ എഴുതിയിട്ടുണ്ടാവും. ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട ശേഷം എന്നിട്ട് നമ്മൾ ആരെങ്കിലും സ്മോൾ ലെറ്റർ എഴുതാൻ പാടുണ്ടോ? ഇല്ല, നമ്മൾ അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. അത് നമ്മൾ സ്മോൾ ലെറ്റർ ആക്കാൻ പാടില്ല. അത് നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതിയിരിക്കണം. ആഫ്റ്റർ ഫുൾ സ്റ്റോപ്പിന് ശേഷം നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ഏതാണ് സ്മോൾ ലെറ്റർ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. എഡിറ്റിംഗിൽ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. എഡിറ്റിംഗിൽ ഫുൾ സ്റ്റോപ്പിന് ശേഷം ഒരു ആഫ്റ്റർ എന്നുള്ള കൊടുത്തിട്ടുണ്ടെങ്കിൽ പഠിച്ചോളി ഇതിനെന്താ തെറ്റ് എന്നുള്ളത് ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഫ്രെയിം ഒന്ന് പോയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നേരക്കണം. അപ്പോൾ ഫ്രെയിം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ളത് പ്രിപ്പോസിഷൻ, റീഅറേഞ്ചിങ് വേർഡ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആഫ്റ്റർ ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആഫ്റ്റർ ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ ആഫ്റ്റർ ഫുൾ സ്റ്റോപ്പ് ക്യാപിറ്റൽ ഞാൻ കുറേ വട്ടം പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റേഴ്സ് നിങ്ങൾ എന്തായാലും. പിന്നെ റീഅറേഞ്ചിങ് വേർഡ്സ്. അപ്പോൾ എന്താണ് ഇങ്ങനെ വരും. ലൈക്ക് ഐ എന്നാണ് വരിക. ഐ ലൈക്ക് ഇറ്റ് അങ്ങനെ വരിക. ഐ ലൈക്ക് ഐ എന്ന് ഒരിക്കലും വരില്ല. അങ്ങനെയൊക്കെ എഡിറ്റിങ്ങിൽ വരാൻ സാധ്യത. നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങളത് ശ്രദ്ധിക്കൂലേ? അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ എഡിറ്റിങ്ങിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചാൽ ഡയറി എൻട്രി. ഒരു ഡയറി എൻട്രിയാണ് റീന അബൌട്ട് ഹർ. റീന എന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അബൌട്ട് ഹർ വിസിറ്റ് ടു എ ടൂറിസ്റ്റ് പ്ലേസ്. റീന ടൂറിസ്റ്റ് പ്ലേസിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. റീഡ് ആൻഡ് എഡിറ്റ് ദ പാസേജ്. എന്തൊക്കെയോ എറർ ഉണ്ട് ഈ ഡയറി എൻട്രിയിൽ. നമുക്ക് ശരിയാക്കാം, അതായത് എഡിറ്റിങ്. അപ്പോൾ ഇതിൽ റീച്ച് ദ ബീച്ച് ഇൻ ദ ഈവനിങ്. നമ്മൾ വൈകുന്നേരം ബീച്ചിലെത്തി. ദ സൺ വാസ് സ്ലോലി ഡിപ്പിംഗ് ഓഫ് ദ സീ. ഓഫ് നാണോ വരിക? ഓഫ് നാണോ വരിക? ഓഫ് നല്ലട്ടോ വരിക? ഇൻടു എന്നാ വരിക? ഇൻടു നെയ്യാൻ വരിക. അവിടെ ഇന്ന് നെയ്തൊക്കെരുത് കേട്ടോ. ഇൻടു നെയ്തണം. അറിയില്ല എനിക്ക് ഇൻടു നെയ്തണം. Waves danced gently on the shore and the salty breeze. Breeze ന്റെ സ്പെല്ലിംഗ് ഇങ്ങനെയാണോ? breeze ന്റെ സ്പെല്ലിംഗ് ഇങ്ങനെയാണോ? അല്ല, breeze എന്നാണ്. BREEZ ആണ്. ഇവിടെ S ആലേ കൊടുത്തിട്ടില്ലേ, അവിടെ Z ആണ് വരിക. പിന്നെ I played with my hair. ഇവിടെ ABC അങ്ങനെ ഇട്ടുകൊടുത്താട്ടോ അണ്ടർലൈൻ വരിക. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ മാർക്ക് പോയി. നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ നിങ്ങൾ എന്തായാലും എന്താണ് മനസ്സിലായ എഡിറ്റിംഗ് ആണ് നിങ്ങൾക്ക് കിട്ടണം. അപ്പോൾ പ്ലേ വിത്ത് മൈ ഹെയർ. ഐ ടേക്ക് എന്നാണ് വരിക. ഐ ടേക്ക് എന്നാണ് വരിക. പാസ്റ്റ് ടെൻസ് ആകുമ്പോൾ ഐ ടേക്ക് എന്ന് വരിക. എഴുതാൻ പറ്റും. ഐ ടുക്ക് എന്ന് എഴുതാം. മൈ ഹെയർ ഐ ടുക്ക്. ഐ ക്യാപിറ്റൽ ലെറ്റർ ആണ് ശ്രദ്ധിക്കണം. ഇതിൽ ക്യാപിറ്റൽ ലെറ്റർ ആണ്. അഥവാ ഞാൻ അതിൽ സ്മോൾ ലെറ്റർ കൊടുത്ത് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കി എഴുതാണ് കേട്ടോ. ഐ ടേക്ക് എന്നല്ല, ഐ ടുക്ക് എന്നാണ്. പിന്നെ ഓഫ് മൈ സ്ലിപ്പേഴ്സ് ആൻഡ് റാൻ barefoot on the sand. ഇതിൻ്റെ ഞാൻ പറഞ്ഞു ആഫ്റ്റർ ഫുൾ സ്റ്റോപ്പിന് ശേഷം നമ്മൾ എന്താണ് എഴുതാം? ക്യാപിറ്റൽ ലെറ്റർ. ഇതിൻ്റെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതാത്ത എന്തുകൊണ്ടാണ്? നമ്മളപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കി കൊടുക്കണം. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പോൾ ഫുൾ സ്റ്റോപ്പിന് ശേഷമാണ് വരുന്നത്. അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കാനാണെങ്കിൽ എഡിറ്റിങ്ങിലുള്ള നമുക്ക് മനസ്സിലാക്കാം. ഇറ്റ് വാസ്. അപ്പോൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കിയിട്ട് ബാക്കി വയ്ക്കാം. ഇതാ ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. ഇറ്റ് വാസ് warm and soft and I like felt. ഇത് ഞാൻ പറഞ്ഞു റീഅറേഞ്ച് അങ്ങനെ ആയിട്ട് വരും. അതേപോലെ റീഅറേഞ്ച് ഐ ലൈക്ക് ഫെൽറ്റ് എന്ന് തന്നെ വരിക. ഐ ഫെൽറ്റ് ലൈക്ക് എന്നാ വരിക. ഐ ഫെൽറ്റ് ലൈക്ക് എന്നാ വരിക. ഐ ലൈക്ക് ഫെൽറ്റ് എന്ന് കണ്ട ഐ ലൈക്ക് ഫെൽറ്റ് എന്നല്ല, ഐ ഫെൽറ്റ് ലൈക്ക് എന്നാണ്. എ ചൈൽഡ് അഗെയിൻ അങ്ങനെ ആ പാരഗ്രാഫ് ഇൻടു ബ്രീസിന്റെ സ്പെല്ലിംഗ്. ഇൻടു എന്നത്
ആണ്. ടുക്ക് ടേക്ക് എന്നുള്ള പാസ്റ്റ് ടെൻസ് ആക്കുക, ടുക്ക് ആക്കുക. ഇറ്റ് വാസ് ക്യാപിറ്റൽ ലെറ്റർ ഒരിക്കലും നമ്മൾ മറക്കുന്ന, പിന്നും പിന്നെ പറഞ്ഞതാണ് ക്യാപിറ്റൽ ലെറ്റർ ഒരിക്കലും മറക്കരുത്. ഇറ്റ് ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. ഐ ലൈക്ക് ഫെൽറ്റ് അത് റീഅറേഞ്ച് ആണ്. അപ്പോൾ ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ താങ്ക് യു കേട്ടോ, നിങ്ങളിത് കേട്ടതിന് താങ്ക് യു. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ഉള്ള പറഞ്ഞത് ഇത് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്ത് പോയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്സ് ആണ്. എ ഗ്രേഡ് ആണ്. ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടൂലേ? കിട്ടും. നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ ഗ്രേഡ് കിട്ടും ഉറപ്പ്. ഇമ്പോർട്ടൻ്റ് ഉള്ള പറഞ്ഞിട്ടുള്ള നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. അപ്പോൾ എല്ലാം നിങ്ങൾ സെറ്റല്ലേ? നിങ്ങളെല്ലാവരും സെറ്റല്ലേ? അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഷെയ്ൻഷാ അർഷാദ്. എല്ലാവരും ഫോളോ ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കുക. അപ്പോൾ ബൈ ഫ്രം അൽഹന വൈബ്സ്.